സ്നേഹനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വി വിറ്റ്നസിൽ സാധാരണയായി നമ്മൾ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന മിഷണറി അനുഭവങ്ങളുള്ള ദൈവദാസന്മാരുടെ അനുഭവങ്ങളാണ് കേൾക്കാറുള്ളത്. ഇന്നും അപ്രകാരം തന്നെ പതിറ്റാണ്ടുകൾ കർത്താവിൻ്റെ വേലയിൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ കർത്താവിന് വേണ്ടി നിന്ന ഒരു അനുഗ്രഹീതനാകുന്ന ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുക. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നപ്പോൾ പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ ആത്മീയ ബലത്തിനും ധൈര്യത്തിനും പുതുക്കത്തിന് കാരണമായി തീരണം, വിശ്വാസവർദ്ധനവിന് കാരണമായി തീരണം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് അനേകർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ വലിയ അനുഗ്രഹമായി തീരണം. സമർപ്പിക്കുന്നപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപയും അനുഗ്രഹവും ഉണ്ടാകണം. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകലമാന മുഖത്തോടത്തേക്ക് തിരുന്നു യേശുമൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. പിന്നെയും ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഞാൻ ഈ ദിവസങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നത് പോലെ വടക്കൻ കേരളത്തിൽ നിന്ന് അനവധി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അങ്ങ് വടക്ക് നിന്നുള്ളൊരു അനുഭവമാണ്. നമ്മളോടൊപ്പം വളരെ സീനിയറായിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, ഇന്ത്യ പെന്തിക്കോസ്റ്റൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ മലബാറിൻ്റെ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു എബ്രഹാം, വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററിനെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു സമയം പാസ്റ്റർ അനുവദിച്ച് തന്നതിൽ. പ്രത്യേകിച്ച് നമുക്ക് കോഴിക്കോട്ടിൽ നിന്നൊക്കെ സീനിയറായിട്ടുള്ള പല ദൈവദാസന്മാർ വന്നു. ആ സമയങ്ങളിലൊക്കെ പലരും എന്നോട് പറഞ്ഞു, ഈ ബാബു പാസ്റ്ററുടെ സാക്ഷ്യം കൊണ്ടുവരണം, കാരണം ഇതുപോലെ തന്നെ ദീർഘവർഷങ്ങൾ പതിറ്റാണ്ടുകൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത ശ്രേഷ്ഠ ദൈവദാസനാണ്. ആ സമയം മുതൽ തന്നെയാണ് ആഗ്രഹിച്ചത്. ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആരംഭത്തിൽ തന്നെ ഒരു പ്രാവശ്യം നന്ദി പറയുന്നു പാസ്റ്ററുകളെ. ദൈവത്തിൻ്റെ സ്തോത്രം. സ്തോത്രം. എത്ര വർഷമായി ശുശ്രൂഷാനുഭവം? ഇപ്പോഴ് കഴിഞ്ഞ 55 വർഷം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. 55 വർഷം. ഉദ്ദേശം 69, 70കളിൽ തുടങ്ങിക്കാണും അല്ലേ? അതെ. ദൈവത്തിൻ്റെ സ്തോത്രം. കോഴിക്കോട് തന്നെയായിരുന്നോ കൂടുതൽ സമയങ്ങൾ? അല്ല, എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ചിങ്ങവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്ന് ഞാൻ വിവാഹിതനല്ല. ആയതിനു ശേഷം 1972 മുതൽ തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പൈനിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 1976 ഞാൻ വിവാഹിതനാകുന്നത്. ആ സമയം തന്നെ എനിക്ക് 3 സഭകൾ അവിടെ സ്ഥാപിപ്പാനായിട്ട് കൃപയാൽ ഇടയായി. 1 തലയോലപ്പറമ്പ്, 2 നീർപ്പാറ, 3 കീഴൂര്. അങ്ങനെ പ്രവർത്തിച്ച് 7 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് വാസ്തവത്തിൽ എനിക്ക് ഉണ്ടായി. അന്ന് ഞങ്ങൾ കുടുംബസ്ഥരായി. വാര്യാപുരം യോനാച്ച എന്ന് പറഞ്ഞ ദൈവദാസൻ എൻ്റെ നേരെ ഒരു പ്രവചനം, എൻ്റെ ചെറിയ പ്രായത്തിൽ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നോടുണ്ടായിരുന്നു, നിന്നെ ഞാൻ ദ്വീപുകളിലേക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി അയക്കുമെന്ന്. അന്ന് വാസ്തവത്തിൽ ഈ ദ്വീപുകളിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം ഞാൻ ഈ കുട്ടനാടായ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെങ്കിൽ പിൽക്കാലത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. ആൻഡമാൻസ് നിക്കോബാർ ഐലൻഡ്സിലായിരുന്നു കർത്താവ് ഞങ്ങളെ അയക്കുവാനായിട്ട് പ്ലാൻ ചെയ്തത്. 1979 സെപ്റ്റംബർ മാസത്തിലാണ് ആൻഡമാൻസിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ, അന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അവിടെ ഒരു സഭയുണ്ട്, മെയിൻ ചർച്ചാണത്.
ആ സ്ഥലത്തോട്ട് ഞങ്ങളെ IPCയുടെ പ്രസ്ബറ്ററിയാൽ അയച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. അവിടെ 7 വർഷം, 8ാമത്തെ വർഷം ശുശ്രൂഷ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് മേഘം പൊങ്ങിയത്. എന്നാൽ ഈ 8 വർഷം വാസ്തവത്തിൽ വലിയ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അനേക ആത്മാക്കളെ കർത്താവ് തന്നു. പലരെ സ്നാനപ്പെടുത്താൻ ഇടയായി. അവിടെയുള്ള ഇന്റർ ഐലൻഡ്സുകളിൽ സഭകൾ സ്ഥാപിപ്പാനായിട്ടിടയായി. ഇത് പറയുമ്പോൾ ഞാൻ ആൻഡമാൻസിനെ കുറിച്ച് 1-2 കാര്യമൊന്ന് പറഞ്ഞോളാം. ഏകദേശം 355 പരം ദ്വീപ സമൂഹങ്ങളാണ് ആൻഡമാൻസ്. നമ്മളെല്ലാവരും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ നമുക്ക് വേല. അപ്പോൾ അവിടുത്തെ കൂടുതൽ ബംഗാളികളായി ആളുകളും, പിന്നെ തമിഴിയൻസ്, തെലുങ്കര്, പിന്നെ മലയാളീസ്, ഇങ്ങനെയാണ് അവിടുത്തെ ആളുകളുടേതായിട്ടുള്ളതായ ആ റേഷ്യോ. ഹിന്ദിയാണ് പൊതുവെ അവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ആ കാലയളവിൽ മലയാളികളായ ഒരുപാട് ആൾക്കാർ ജോലിയോടുള്ള ബന്ധത്തിൽ ആൻഡമാൻസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് മലയാളികളായ ആളുകളുടെ ഇടയിലെ മിനിസ്ട്രി ആയിരുന്നു. കർത്താവ് അത് വിജയപ്രദമാക്കി തീർത്തു. അപ്പോൾ തന്നെ റാഞ്ചിക്കാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. 1985 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുവൈറ്റ് IPC സഭയിലേക്കുള്ള ട്രാൻസ്ഫർ ലഭിച്ചു. അവിടെ 3 വർഷക്കാലം ഞങ്ങൾ കുവൈറ്റിൽ ശുശ്രൂഷിച്ചു. അവിടുത്തെ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ കരുണ അനേക ആത്മാക്കളെ നേടുവാനായിട്ട് ഇടയായി. അവിടെ സഭകളൊന്നും സ്ഥാപിക്കപ്പെടുവാനിടയായിട്ടില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കുവൈറ്റിൽ ഒരുപാട് ദൈവമക്കളും ദൈവദാസന്മാരും സഭകളും ഒക്കെ ഉണ്ട്. അങ്ങനെ 88 ആയപ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ദർശനമായിരുന്നു മലബാറിലെ സുവിശേഷീകരണം. 1988 മുതൽ ഈ 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി വരെ കൃപയാൽ ഞങ്ങൾ മലബാറിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഉദ്ദേശം 37 വർഷങ്ങൾ അല്ലേ ഞങ്ങളെ? 37 വർഷങ്ങൾ മലബാറിലായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി അനുഭവങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലവും മാതാപിതാക്കൾ, കുടുംബം, അന്നത്തെ പശ്ചാത്തലമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, ആ ചെറിയ പ്രായമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. വിശ്വാസ കുടുംബത്തിലാണോ ജനിച്ചത്? അങ്ങനെ വിശ്വാസ കുടുംബത്തിലാണോന്ന് ചോദിച്ചാൽ എൻ്റെ പേരൻസ് ഒക്കെ ഓർത്തഡോക്സ് വിശ്വാസികളായിരുന്നു. ശരി. അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രായമൊക്കെ ഒന്ന് പറഞ്ഞ മാതാപിതാക്കളെ കുറിച്ച്, ജനിച്ച സ്ഥലമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമാണ്. ശരി, പറയാം. ഞാൻ പറയുന്നതായ ഈ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിന് മാത്രമായിട്ടാണ് എൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ അവറുകളുടെ ഈ മഹത്വമുള്ള ശുശ്രൂഷയിൽ എന്നെ കൂടെ ഇൻവോൾവ് ആക്കിയതിൽ എനിക്ക് ഹൃദയംഗമായ സന്തോഷവും നന്ദിയും ഉണ്ട്. ഇനി ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ സ്ഥലം തിരുവല്ലായിക്കടുത്ത് വളഞ്ഞവട്ടം എന്ന ഭാഗമാണ്. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് അവർ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ഏബ്രഹാം വേലിക്കകത്ത്, VM ഏബ്രഹാം. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് മത്തായി എന്നായിരുന്നു. എൻ്റെ അമ്മയുടെ സ്ഥലം ചെന്നിത്തലയാണ്. അമ്മയുടെ പേര് ഏലിയാമ്മ. അങ്ങനെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ഭക്തിയിൽ ജീവിച്ചു. അതിന് കാരണം എൻ്റെ പിതാവ് നിരണം വലിയ പള്ളി ഇടവകയുടെ മദ്ബഹായിൽ ശുശ്രൂഷകനായി ഇരിക്കുന്ന ഒരു കാലയളവാണ്. അന്നാണ് വാസ്തവത്തിൽ പെന്തക്കോസ്ത് ഉപദേശത്തിലേക്ക് ആകർഷണനായി തീർന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, എൻ്റെ പിതാവ് അങ്ങനെ പെന്തക്കോസ്ത് ഉപദേശവുമായി ബന്ധം പ്രാപിപ്പാൻ ഇടയായി. 1960 പ്രിയ പിതാവ് സ്നാനപ്പെടുവാനായിട്ടിടയായി. അത് ജൂൺ മാസത്തിലായിരുന്നു.
ഈ കാലയളവിനുള്ളിൽ 1958, 59 ആ വർഷങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്ത് നെരണം, കടപ്ര, വളഞ്ഞവട്ടം, കുളുക്കി, പരുമല ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു ആത്മീയ ഉണർവുണ്ടായി. ആ ഉണർവിൻ്റെ ഫലമായി അനേക ആളുകൾ രക്ഷിക്കപ്പെട്ടു. പലരും അന്ന് സ്നാനത്തിനു വേണ്ടി, അതായത് ഒരുങ്ങുകയും അങ്ങനെ സ്നാന ശുശ്രൂഷകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ആ ഭാഗം പറയുമ്പോൾ എൻ്റെ പ്രായവും ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചതും സ്നാനപ്പെട്ടതും പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 1958 എനിക്ക് 8 വയസ്സ് പ്രായം. അന്ന് യേശു കർത്താവിനെ കുറിച്ചുള്ളതായ ക്രൂശുമരണത്തെക്കുറിച്ചുള്ളതായ ഭാഗം ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ ഞാൻ ആകർഷണനായി. അവിടെ വച്ച് യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തു. അതൊരു രാത്രിയാമമാണ്. അതിനുശേഷം 1 വർഷക്കാലം ആ രക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ളതായ ആ വലിയ പദവി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് 9ാമത്തെ വയസ്സായപ്പോൾ ഒരു ആത്മീയ കൂട്ടായ്മയിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അതെൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്തതായ ഒരു രാത്രിയായിരുന്നു. അടുത്ത് ഞങ്ങൾ എൻ്റെ പിതാവ് സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പരേതനായ പാസ്റ്റർ VT ജോസഫ് അവറുകളെ വിളിച്ചു വരുത്തി 1 മാസം ബൈബിൾ ക്ലാസ് നടത്തുവാനിടയായി. ആ ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അതിൻ്റെ സമാപന ദിവസങ്ങളായപ്പോൾ ആ ദൈവദാസൻ സ്നാനം എന്ന വിഷയം പഠിപ്പിക്കുകയുണ്ടായി. സമാഗമന കൂടാരമായിരുന്നു അദ്ദേഹം 1 മാസക്കാലം പഠിപ്പിച്ച വിഷയം. ആ പഠിപ്പിച്ചു വന്ന മധ്യത്തിൽ ആണ് സ്നാനം വന്നത്. അങ്ങനെ സ്നാനത്തിനു വേണ്ടി എത്ര പേരുണ്ട് ഒരുങ്ങുന്നു എന്ന് ഉള്ള ആ ചോദ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ കൈ പൊക്കുവാനിടയായി. അപ്പോൾ എനിക്ക് വയസ്സ് 10 ഉള്ളൂ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, 7 പേര് സ്നാനപ്പെട്ടതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഞാനാണ്. ഞങ്ങൾ നിത്യം, അതായത് കുളിച്ചുകൊണ്ട് നടക്കുന്ന ആ കടവിൽ ദൈവദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. അന്നു മുതൽ ഞാനൊരു പെന്തക്കോസ്തിൻ്റെ അനുഭാവിയായി, യേശു കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ തക്കവണ്ണം ഇന്നുവരെ ഇടയായി. ആദ്യകാലമായതുകൊണ്ട് ഇന്നത്തെ പോലെയുള്ള ഒരു വിശാല മനസ്ഥിതി നമ്മുടെ ജനത്തിൻ്റെ നടുവിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെ പാർക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ വന്നപ്പോൾ വളരെ ഞങ്ങളെ പുച്ഛിച്ച് തള്ളിയ ഒരനുഭവം ഉണ്ടായി. വീടുകളിൽ കയറ്റുകയാകട്ടെ, വിവാഹം വന്നാൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായ ചടങ്ങുകളൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ക്ഷണം ലഭിക്കാതില്ലാതായിപ്പോയി. എന്തിനു പറയുന്നു, എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ പാരമ്പര്യം മുറുകെ പിടിച്ചവരാ. സ്വന്തം അമ്മാച്ചന്മാരുടെ വിവാഹത്തിന് പോലും ഞങ്ങളെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആങ്ങളമാരുടെ വിവാഹത്തിന് ക്ഷണിക്കുകയോ ഒന്നും ചെയ്യാത്ത ഞങ്ങളെ അങ്ങ് തഴം താഴ്ത്തിയിട്ട ഒരനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ആ പുറകോട്ടുള്ള വർഷങ്ങളിലെ അനുഭവമൊക്കെ നോക്കിയാൽ ഇന്ന് അവരെല്ലാം ഞങ്ങളെ വളരെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അങ്ങനെ ഒരു കാലയളവിൽ സ്നാനപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നൂറുകണക്കിന് ആളുകളോട് സുവിശേഷം പറയുവാനും കർത്താവിൻ്റെ സാക്ഷിയായി ദൈവം നമ്മളെ ഉപയോഗിക്കുവാനും മുഖാന്തരമായി തീർന്നത്. സ്നാനത്തെക്കുറിച്ച് ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിക്കാം. അത് പറയുമ്പോൾ ആരെങ്കിലും ഈ സ്നാനപ്പെടാൻ മടി കാണിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും അതൊന്ന് പ്രയോജനപ്രദമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയാം. എൻ്റെ പിതാവ് സ്നാനപ്പെടുന്നത് ജനുവരി മാസം 1960. 1960 ജൂൺ മാസത്തിൽ ഞാൻ സ്നാനപ്പെടുന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് എൻ്റെ പിതാവിൻ്റെ അനുജൻ്റെ വീട്ടിലോട്ട്
ഞാൻ കയറി ചെല്ലുന്നത് വലിയ സന്തോഷവാനായിട്ട്. ചെന്നപ്പോൾ എൻ്റെ ഉപ്പാപ്പനിൽ നിന്ന് ലഭിക്കപ്പെട്ടതായ ഒരു പ്രതികരണം അല്പം കഠോരമായി പോയി. എടാ, നിന്റെ അപ്പനോ നശിച്ചുപോയി, നീയും നശിച്ചുപോയി. നീയൊക്കെ കുത്തുവാള എടുത്ത് ഞങ്ങളുടെ നടുവിൽ കൂടെ നടക്കും. ഈ 10 വയസ്സ് പ്രായമുള്ള എന്നെ സംബന്ധിച്ച് ആ കുത്തുവാള എടുത്ത് നടക്കുക എന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, ഞങ്ങള് ഈ ബൈബിളും എടുത്ത് പെന്തക്കോസ്ത് സത്യത്തിന് സാക്ഷിയായതുകൊണ്ട് നീയൊക്കെ ഭിക്ഷയാചിക്കേണ്ട രംഗം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ പ്രിയരെ, എൻ്റെ ഈ അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ കൽപ്പന സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിന്ദയോ ദുഷിയോ പരിഹാസമോ ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനും, പ്രത്യേകിച്ച് പറയാം, കർത്താവിൻ്റെ വചനത്തിന് ആര് സാക്ഷികളാകുന്നുവോ അവരെ സ്വർഗം മാനിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും സ്വർഗത്തിലെ ദൈവം അവരെ തള്ളിക്കളയത്തില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി എനിക്ക് വർഷങ്ങൾ ലഭിക്കപ്പെട്ടു. എൻ്റെ കലാലയങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ എനിക്ക് ഭാഗ്യം ദൈവം തന്നു. ഞങ്ങളുടെ വീട്ടിൽ ആണ് കടപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു IPC ഹോൾ ആരാധന ആരംഭിക്കാനിടയായി. ഏകദേശം 7 വർഷം ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ആരാധന നടന്നത്. അത് IPC കടപ്ര എന്ന പേരിലായിരുന്നു അതറിഞ്ഞത്. ഞങ്ങളുടെ ആദ്യത്തെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് നെരണത്തുണ്ടായിരുന്നതായ KM തോമസ് എന്ന് പറഞ്ഞതായ കുഴുവേലിൽ കുട്ടിച്ചായൻ എന്ന് പറഞ്ഞ ആ ദൈവഭക്തനായിരുന്നു. വാസ്തവത്തിൽ ഞങ്ങളുടെ ആത്മീയ ആദ്യത്തെ പിതാവ് അദ്ദേഹമാണ്, കുഴുവേലി കൊല്ലംപറമ്പിൽ. അതൊരിക്കലും ഞങ്ങൾക്ക് ആ വീടിനെ മറക്കാൻ കഴിയത്തില്ല. ഞങ്ങളെ ആത്മീയമായി വളർത്തിയ ഒരു പിതാവും കുടുംബവുമായിരുന്നു. ആയതിനു ശേഷമാണ് ഈ ഇന്ന് കാണുന്ന IPC വളഞ്ഞവട്ടം സഭ, കടപ്പുറ സഭയും അതുപോലെ പുളുക്കി സഭയും തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിപ്പാനായിട്ട് താല്പര്യപ്പെട്ടു. അന്നത്തെ കാലയളവിൽ അത് നല്ലതായിരുന്നു. അതാണ് ഇന്നത്തെ IPC വളഞ്ഞവട്ടം ബഥേൽ ചർച്ച്. ഒരു വലിയ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എൻ്റെ മാതൃസഭ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് വളഞ്ഞവട്ടം IPC ബഥേൽ സഭയാണ്. ഇന്നും അവിടെയുള്ള എൻ്റെ സഹോദരങ്ങളുണ്ട്. അവിടെയുള്ള ദൈവദാസനും അവിടെയുള്ള ദൈവമക്കളുമായി ഞങ്ങൾക്ക് നല്ല സ്നേഹവും സഹകരണവും ഉണ്ട്. ഈ വിദ്യാഭ്യാസ അനന്തരം ഞാൻ 1970 ശാലേം ബൈബിൾ സ്കൂള് കോട്ടയം വടവാതൂർ പാസ്റ്റർ PM ഫിലിപ്പ് അവറുകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ സ്കൂളിൽ ജോയിൻ ചെയ്തു. ആ സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായി എന്നെ അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ഞാൻ നന്നായി ചെറിയ പ്രായത്തിൽ പാട്ടുപാടുക പതിവാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുൻപ് എന്നെ സ്റ്റേജെ കയറ്റി ഒരു പാട്ടൊക്കെ പാടിപ്പിക്കും. ഒരു ആത്മീയ ഉണർവുണ്ടാകുമ്പോൾ ആ ദൈവദാസൻ പുറകെ എഴുന്നേറ്റ് വന്ന് പ്രസംഗം സ്റ്റാർട്ട് ചെയ്യും. അതുമാത്രവുമല്ല, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാക്യം വായിക്കേണ്ടിയ ആവശ്യകതയുണ്ട്. അന്ന് എന്നെയാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഞാൻ ആ ഒരു ശുശ്രൂഷ വളരെ വിശ്വസ്തയോടുകൂടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആത്മീയ പിതാക്കന്മാരിൽ മറക്കുവാൻ കഴിയാത്തതായ ഒരു ആത്മീയ പിതാവാണ് പരേതനായ പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ. അദ്ദേഹമാണ് വാസ്തവത്തിൽ 1976 എൻ്റെ വിവാഹ ശുശ്രൂഷ നടത്തിയ ദൈവഭൃത്യൻ. എൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞുമോൾ എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു, പാസ്റ്റർ VK ജോൺ. അദ്ദേഹം പള്ളിപ്പാട് സ്വദേശിയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നമ്മുടെ കുന്നംകുളം തൃശ്ശൂർ ഭാഗങ്ങളിലെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ചാലക്കുടിയിൽ വന്ന് താമസിക്കുകയും അങ്ങനെ അദ്ദേഹം തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ വടക്കേ ഭാഗത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ വൈഫിൻ്റെ മാതാവിൻ്റെ പേര് ഏലിയാമ്മ എന്നായിരുന്നു. അവർ രണ്ടുപേരും, എൻ്റെ പിതാവും
അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ പിതാവും അല്ലെങ്കിൽ ഞങ്ങളുടെ പേരൻസ് ഇന്ന് നിത്യതയിൽ അവർ വിശ്രമിക്കുന്നു. എൻ്റെ പിതാവിനെ കുറിച്ച് ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞോളാം. അദ്ദേഹം ഒരു ഷുഗർ ഫാക്ടറിയിലെ ട്രാവൻകൂർ കെമിക്കൽ ഷുഗർ ഫാക്ടറിയിലെ ജോലിക്കാരനായിരുന്നു. എന്നാൽ ആ കാലയളവിൽ ഞങ്ങളുടെ വളഞ്ഞവട്ടം സഭയുടെ പാസ്റ്റർക്ക് സഹായിയായി ഒരു അസോസിയേറ്റഡ് പാസ്റ്റർ എന്നതുപോലെ ശുശ്രൂഷയിൽ പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് ഉള്ള ബാക്കി എല്ലാ സമയവും സുവിശേഷ വേലയ്ക്ക് അദ്ദേഹം വ്യാപൃതനായിരുന്നു. 1985 മുതൽ അദ്ദേഹം ദീർഘമായ 20 വർഷക്കാലം ഒരു ഓർഡെയിൻ പാസ്റ്ററായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷയിലായിരുന്നു. നരണം, അതുപോലെ തന്നെ പരിമണം, മാവേലിക്കര, കരിപ്പുഴ, പരിമണം, ഈ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ശുശ്രൂഷയിലായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പല കാര്യങ്ങൾ ഇന്ന് അവിടുത്തെ പ്രിയമുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചത്. ഇതാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബത്തോടുള്ളതായ ബന്ധത്തിൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവിനും മാതാവിനും ഞങ്ങൾ 7 മക്കളാണ്. ഈ 7 മക്കളിൽ 4 പേര് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലാണ്. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ 9 മക്കളാണ്. അതിൽ ഫുൾ ടൈം കർത്താവിൻ്റെ വേലയിൽ 7 പേര് ഉണ്ട്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ടതായ പദവിയാണ്. 2 കുടുംബങ്ങളിലെയും പ്രിയമുള്ളവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൽ കൂടെയുള്ളതായ സന്തോഷം അനുഭവിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലരെ വേർതിരിച്ച് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ആ മാതാപിതാക്കൾക്ക് കാണുവാനും സന്തോഷിപ്പാനും ഇടയായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ബാഹ്യമായിട്ടുള്ള പൊതുവിലുള്ള കാര്യങ്ങൾ. എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് കർത്താവ് 2 മക്കളെയാണ് തന്നത്, ഒരു മകളും ഒരു മകനും. അവർ 2 പേരും ഞങ്ങളോടൊപ്പം സുവിശേഷത്തിന് സാക്ഷികളാണ്. അവർ കുടുംബസ്ഥരാണ്. എൻ്റെ മകൻ ചാർലി, അദ്ദേഹം സുവിശേഷകനാണ്. ഇപ്പോൾ അതായത് കാനഡയിലുള്ളതായ ഒരു നല്ല ജെൻസിസ് ഗ്ലോബൽ മിനിസ്ട്രിയുടെ സ്ഥാപകനും അതിൻ്റെ പ്രവർത്തകനുമാണ്. ദൈവം അവരെ ഉപയോഗിക്കുന്നു. എൻ്റെ മകൾ നൈഷി കുടുംബമായി ഇപ്പോൾ അവർ കേരളത്തിൽ ഞങ്ങളോടൊപ്പം കോഴിക്കോട്ടുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മകന് 2 മക്കൾ, അങ്ങനെ 5 പേരക്കുട്ടികൾ ഞങ്ങൾക്കുണ്ട്. മലബാറിലെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ ദർശനമായിരുന്നു ഞങ്ങൾക്ക് കർത്താവ് തന്നത്. ആ നിലയിലാണ് ഞങ്ങൾ ഇപ്പോൾ മലബാറിൽ ആയിരിക്കുന്നത്. സ്തോത്രം. ഈ തലയോലപ്പറമ്പിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വരുമ്പം വിശ്വാസികളില്ലാത്ത ഒരു സ്ഥലമാണ്. കത്തോലിക്കർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എങ്ങനെ ഒരു പെന്തക്കോസ്തിൻ്റെ വിത്ത് കിളിർക്കും എന്ന് സംശയമാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്നെ കൊണ്ട് അവിടെ ഉപയോഗിക്കുവാൻ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടേണ്ടിയിരിക്കുന്നത് കൊണ്ട് സന്ദർഭങ്ങളായി ദൈവം അവിടെ ആത്മാക്കളെ തന്നു. 2 വർഷം വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പരസ്യയോഗം, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ, പൊതുവിലുള്ളതായ മീറ്റിംഗ്, ഇതെല്ലാം ചെയ്തു. ഞാൻ അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ അന്ന് താമസിച്ച ഒരു റൂം, ആ റൂമിന് 10 രൂപയാണ് വാടക. ഈ 10 രൂപ എങ്ങനെ ഉണ്ടാകുമെന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. വിശ്വാസത്താലാണ് വാസ്തവത്തിൽ അവിടെ വേല ആരംഭിച്ചത്. എൻ്റെ കൂടെ പ്രവർത്തകരായി വന്ന് താമസിച്ച യൗവനക്കാരുണ്ട്. ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞ് പാസ്റ്റർ PM ഫിലിപ്പപ്പച്ചൻ അവറുകൾ എൻ്റെ കൂടെ വിടും. കാരണം ഇവരെ കൂടെ കൊണ്ടുപോയി പ്രവർത്തനത്തിൽ ഉത്സാഹികളാക്കാൻ വേണ്ടി. അങ്ങനെ പ്രവർത്തനത്തിൽ പലരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ലെങ്കിലും അതിൽ ചിലർ അമേരിക്കയിലുണ്ട്, ചിലർ നോർത്ത് ഇന്ത്യയിലുണ്ട്, ചില കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുണ്ട്. അതിലൊരാളാണ് റവറൻ ഡോക്ടർ KC ചാക്കോ.
അദ്ദേഹം ഇന്ന് അമേരിക്കയിലുണ്ട്. അതുപോലെ തന്നെ ഒരു തോമസ് എബ്രഹാം, അദ്ദേഹം അമേരിക്കയിലുണ്ട്. മറ്റു പല പ്രിയമുള്ളവർ, ഇന്ന് കർത്താവിൻ്റെ വയലിൽ ശോഭിക്കുന്ന പല പല പ്രിയ കർത്തൃദാസന്മാർ എന്നോടുകൂടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. ആരും 10 രൂപ തരുമെന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല എന്നോടൊപ്പം അവർ വരുന്നത്. വിശ്വാസ ജീവിതമായിരുന്നു അന്ന്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അന്ന് ഞാൻ 1976 വിവാഹിതനാകുന്നത്. അതിന് മുൻപുള്ള ഈ കാലയളവിലെ സഹോദരന്മാർ എന്നോട് പാർക്കുന്നതിൽ പ്രധാനപ്പെട്ട സഹോദരനാണ് ഞാൻ രാജു എന്ന് വിളിക്കുന്ന ഡോക്ടർ KC ചാക്കോ. ഞാനും അദ്ദേഹം കൂടെ രാവിലെ ട്രാക്റ്റുമായിട്ട് ഇറങ്ങും. ഒരു 10 ആളുകളെ കണ്ടാൽ അവിടെ ഞങ്ങളൊരു പരസ്യം നടത്തും. വീണ്ടും ഞങ്ങൾ ട്രാക്റ്റ് കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ എഗെയിൻ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു 5-10 പേരെ കണ്ടാൽ അദ്ദേഹം പ്രസംഗിക്കും, ഞാൻ ഏറ്റു പറയും. ഞാൻ പ്രസംഗിക്കും, അദ്ദേഹം ഏറ്റു പറയും. അന്ന് ഹാൻഡ് മൈക്ക് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സുവിശേഷത്തിനെ കുറിച്ച് ലജ്ജയില്ലാതെ വളരെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കും. ഞങ്ങൾ 7 ദിവസം ആഹാരം ഒന്നുമില്ലാതെ വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു സമയം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ എന്നാലും പട്ടിണിയാണല്ലോ എന്ന് വിചാരിച്ച് സുവിശേഷ വേല ചെയ്യാതിരുന്നിട്ടില്ല. ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി രാവിലെ ഇറങ്ങും. വഴി കാണുന്നതായ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും. നല്ല യൗവനമാണ്. ദൈവത്തിൻ്റെ കരുണ അന്ന് ഞങ്ങളെ ക്ഷീണിപ്പിച്ചില്ല ഒരു നിലയിലും. പക്ഷെ ഇങ്ങനെ 7-ാം ദിവസം ആകുന്ന വേളയിൽ ഒരത്ഭുതം അവിടെ ദൈവം നടത്തി. അത് ഞങ്ങൾ പാർക്കുന്ന വീടിൻ്റെ ബാക്കിലുള്ളതായ ഒരു വീട്. അവിടുത്തെ അതിൻ്റെ ഓണറ് അയാളുടെ പറമ്പിൽ കിളിർത്ത് വന്നതായ ഒരു മത്തത്തൈ അത് പടർന്ന് അതിനൊരു ഫലം ഉണ്ടായപ്പം ഒരു ചെറിയ പച്ച മത്തങ്ങ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതന്നു. എന്നെ അന്ന് അവർ ബാബു സാറെ എന്നാ വിളിക്കുന്നത്. ഇത് കൊണ്ട് തന്ന് ഞാനും ഈ രാജ്യവും കൂടി പ്ലാൻ ചെയ്തു നമുക്കിത് പുഴുങ്ങിത്തില്ല. കാരണം അന്ന് ഒന്നുമില്ല, അരിയില്ല, പയറില്ല, വെളിച്ചെണ്ണയില്ല, മുളകില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രാജു സഹോദരൻ വളരെ സന്തോഷത്തോടെ അതിൻ്റെ പുറത്തുള്ളതായ ആ തോലെല്ലാം കളഞ്ഞിട്ട് അത് ഞങ്ങൾ പുഴുങ്ങി. ആ ഉപ്പ് വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ തളിച്ചു. ചുരുക്കി പറയാം, അത് ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് കഴിച്ചു. അത് 7-ാം ദിവസം ഞങ്ങൾക്ക് തന്ന ആഹാരമാണ്. ഈ 7-ാം ദിവസം ഞങ്ങൾ തൃപ്തരായി ആ ചെറിയ മത്തങ്ങ പുഴുങ്ങി തിന്ന് ദൈവത്തെ സ്തുതിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമാണ്. ആ കാലയളവിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് ജോലിക്കാരനായതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആഹാരം സമൃദ്ധിയായിട്ടുണ്ട്. അതുപോലെ രാജുവിൻ്റെ വീട് പാലക്കാടായതുകൊണ്ട് അവരുടെ ഭവനത്തിലുള്ള തൻ്റെ പിതാവും മറ്റും സഹോദരന്മാരൊക്കെ കർഷകരായതുകൊണ്ട് അവർക്കും സാമ്പത്തികമായി നേട്ടമുള്ളവരാ. എന്നാൽ ഞങ്ങൾ വാസ്തവത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ ഈ വിവരം അറിയിച്ചിട്ടില്ല. അയ്യോ ഞങ്ങൾ പട്ടിണിയാ, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞില്ല. അതിൻ്റെ കാരണം ഞങ്ങളെ സുവിശേഷ വേലയ്ക്ക് ഇറക്കുമ്പോൾ ബൈബിൾ സ്കൂളിലുള്ളതായ അധ്യാപകരായ അന്നത്തെ അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോടല്ലാതെ മനുഷ്യരോട് പറയരുത്. ആ വലിയ പ്രമാണം ഉള്ളിൽ കിടന്നു. ആ തത്വം ഉള്ളിൽ കിടന്നത് കൊണ്ട് ഞങ്ങളുടേതായില്ല ഞെരുക്കം, ഞങ്ങളുടേതായ ഇല്ലായ്മ മറ്റാരോടും പറയാതെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അടുത്തത് 8-ാം ദിവസം നടന്ന ഒരു സംഭവം. അതായത് ഞങ്ങൾ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങി പോകുമ്പോൾ അന്ന് പോസ്റ്റ്മാൻ ഞങ്ങളെ കണ്ട് നിങ്ങൾക്കൊരു മണി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആരുടെ പേരില്ല? ഉടനെ പറഞ്ഞു ബാബു എബ്രഹാമിൻ്റെ പേരിൽ ഒരു മണി ഓർഡർ. സാധാരണ ആരും അങ്ങനെ മണി ഓർഡർ അയക്കാറില്ല. നോക്കിയപ്പോൾ 20 രൂപയുണ്ട്. 1973 ആ വർഷം 20 രൂപയ്ക്ക് നല്ല വിലയുണ്ട്. 20 രൂപ, അതായത് തിരുവനന്തപുരത്തുള്ളതായ ജോർജ് ശാസ്ത്രി എന്ന ദൈവദാസൻ അയച്ചിരിക്കുന്നതാ. ആ ദൈവദാസനെ എനിക്ക് വേണ്ടവണ്ണം പരിചയമൊന്നുമില്ല. എന്നാൽ ആ കൂപ്പണിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പണം ലഭിച്ചാൽ നിങ്ങൾ മറുപടി അയക്കണം, ഇത് നിങ്ങളുടെ പേഴ്സണലുള്ള ഉപയോഗത്തിന് വേണ്ടിയാണ് 20 രൂപ. നോക്കണം. അന്നേരം രാജു എന്നോടൊരു ചോദ്യം ചോദിച്ചു, എടാ ഇത് ശനിയാഴ്ച കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു.
അപ്പൊ നോക്കണേ, ദൈവത്തിന്റെ പദ്ധതി വിശ്വാസം പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാലയളവുണ്ട്. ഞാൻ കുടുംബസ്ഥനായതിനു ശേഷം പറയാം, 10 പൈസയ്ക്ക് വരെ ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. ഒരു രാവിലെ ഒരു കട്ടൻ കാപ്പി, കട്ടൻ ചായ അനത്തി കുടിക്കാൻ കാപ്പിപ്പൊടിയോ തേയിലപ്പൊടിയോ പഞ്ചസാരയോ ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. ഇതൊന്നും ലോകത്തിലുള്ള ഒറ്റ ആളുകളോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അന്ന്. പിന്നെ ഇപ്പൊ സാക്ഷ്യം പറയുമ്പോൾ ഇതൊക്കെ പറയും. കാരണം ആ അവസ്ഥക്കെല്ലാം ദൈവം വ്യത്യാസങ്ങൾ വരുത്തി. സുവിശേഷ വേലയുടെ ഒരുപാട് അനുഭവങ്ങൾ ആ നിലയിൽ ദൈവം തന്നത് ഓർക്കുന്നുണ്ട്. ഇങ്ങേയറ്റം വന്ന 50 പൈസ വരെ, അതായത് 50 പൈസ അതുവരെ ആളുകൾ കൊണ്ട് തന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചാൽ, അന്നൊന്നും ആ ബുദ്ധിമുട്ടുകൾ വലുതായി കണ്ട് സുവിശേഷത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ആ തലയോലപ്പറമ്പിലെ നിന്ദയും ആക്ഷേപവും പബ്ലിക്കിൽ, അതായത് പൊതുവിൽ ഇട്ടെന്നെ അടിച്ചിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ നിലകളിലൊക്കെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് തലയോലപ്പറമ്പ്. ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ കളരിയായിരുന്നു അത്. ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. ഇന്ന് ആ തലയോലപ്പറമ്പിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ പല പല സഭകളും ഉണ്ടായി. അതിൻ്റെ കാരണം അന്ന് ഞങ്ങൾ വിതച്ചതായ വിത്താണ്. ആ വിത്ത് കിളിച്ചു. ആ വിത്ത് ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാ. ആപ്പാഞ്ചിറ, കടുത്തുരുത്തി, അതുപോലെ തന്നെ പെരുവ, ഇന്ന് കാണുന്ന പിറവം, മണീട്, ബ്രഹ്മമംഗലം, ഇങ്ങനെയുള്ള മുളന്തുരുത്തി, ഈ പ്രദേശങ്ങളിലൊക്കെ പോയി കർത്താവിന് വേണ്ടി സാക്ഷിയാകുവാനിടയായിട്ടുണ്ട്. ഞങ്ങളുടെ ആ കാലയളവിൽ വൈക്കത്ത് നിന്ന് അവിടുത്തെ വേമ്പനാട് കായലിൽ ആ ഫെറിയാണ്, ആ തവണക്കടമെന്നാണ് അതിന് പേര് പറയുന്നത്. അങ്ങനെ വൈക്കത്ത് നിന്ന് ഒരു 4000-5000 ട്രാക്റ്റും ഒക്കെ ആയി ഞങ്ങൾ ഈ ഫെറി കയറി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരും. അന്ന് 10 പൈസയൊക്കെ ഉള്ളൂ ടിക്കറ്റ്. അത് കൊടുത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രാക്റ്റ് കൊടുക്കുക പതിവായിരുന്നു. തവണക്കടവിൽ എത്രയോ സാക്ഷ്യം പറയുവാൻ പരസ്യയോഗങ്ങൾ നടത്തി. അതിനടുത്തുള്ളതായ പൂച്ചാക്കൽ കർത്താവിൻ്റെ വേല ചെയ്തു. ഈ കഴിഞ്ഞിടയ്ക്ക് പൂച്ചാക്കൽ നിന്നൊരു സഹോദരി എന്നെ കൂടെ വിളിച്ചിട്ട് പറയും, ദൈവദാസനെ, നിങ്ങൾ അന്ന് വന്ന് ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങളൊക്കെ ഇന്ന് വിശ്വാസികളായി തീർന്നത് എന്ന് പറയാറുണ്ട്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, അന്ന് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്ന് ഈ കേൾവിയൊക്കെ കേൾക്കുമെന്നോ സന്തോഷിക്കുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ദൈവം ഓരോ സമയങ്ങളിൽ ഓരോരുത്തരെ ഉപയോഗിക്കും. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം എന്ത് പ്രവർത്തിച്ചാലും അതിന് പ്രതിഫലം സ്വർഗത്തിലെ കർത്താവ് നൽകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരോട് ഞാൻ പറയാം, സുവിശേഷം അറിയിക്കുവാൻ സമയം ലഭിക്കുമ്പോൾ അത് സമയം നഷ്ടപ്പെടുത്താതെ ഉത്സാഹത്തോടുകൂടെ വളരെ അധ്വാനശീലരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ തലയോലപ്പറമ്പ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ അനേകരെ സ്നാനപ്പെടുത്തുവാൻ ഇടയായി. തീർപ്പാറയിൽ സഭ ആരംഭിച്ചു, കീഴൂരി സഭ ആരംഭിച്ചു. അവിടെയൊക്കെ ഇന്ന് ദൈവകൃപയാൽ അനേക ദൈവമക്കളുണ്ട്. അവിടെയൊക്കെ സഭാ ഹോളുകളുണ്ട്. എല്ലാം വളരെ നല്ല നിലയിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി. 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പോർട്ട് ബ്ലെയറിലേക്ക് പോകുന്നത്. ഇനിയും പോർട്ട് ബ്ലെയറിലെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കാലത്ത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു. അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ, സ്നാനപ്പെടുത്തുവാൻ, സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ ഒക്കെ ഇടയായി. ഞങ്ങൾ ചെല്ലുമ്പോൾ പോർട്ട് ബ്ലെയർ സഭ മനോഹരമായ നല്ലൊരു ഹോളും നല്ലൊരു പാർഷനേജും. അന്നത്തെ നല്ല പാർഷനേജിലോട്ടാണ് ഞങ്ങൾ താമസിക്കുവാനായിട്ട് പോർട്ട് ബ്ലെയറിൽ ചെല്ലുന്നു. എന്നാൽ ആത്മീയമായി അന്ന് ആ സഭയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു ചെറിയ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും നിമിത്തം സഭ 2ആയി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ യോജിക്കപ്പെടണമെന്നുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ തന്നെ അതിന് ദൈവം മുഖാന്തരം ഒരുക്കി. പരേതനായ പാസ്റ്റർ PM ബിലിപ്പ് അവറുകൾ ഞങ്ങളോടുകൂടെ വന്ന 1 മാസം താമസിച്ചു. അദ്ദേഹവും
ഈ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഉത്സാഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഭിന്നിച്ചിരുന്നതായ ആ സഹോദരന്മാർ ആ കൂട്ടായ്മയിൽ നിന്ന് IPC പോർട്ട്മെയിറിലെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ഒന്നിക്കുവാനായിട്ട് ഇടയായി. അതെല്ലാം ആ ദേശത്തെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ വേലയ്ക്ക് പ്രയോജനപ്രദമായി തീർന്നു. സുവിശേഷത്തെ സ്നേഹിക്കുന്ന ഉത്സാഹികളായ നല്ല സഹോദരന്മാരുടെ പരിചരണങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കും ഉത്സാഹം പ്രാപിപ്പാനിടയായി. സാമ്പത്തികമാണെങ്കിൽ പോലും എൻ്റെ കാഴ്ചപ്പാടിൽ അന്ന് ആ കാലത്ത് 1979 ഞങ്ങൾ ചെല്ലുമ്പോൾ മാന്യമായ ഒരു തുക സഭ ദശാംശമായി തരുമായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന കാഴ്ചപ്പാടിൽ അത്രയും രൂപ വാങ്ങിക്കാതെ ഞാൻ കേവലം എമൗണ്ട് ഇപ്പം പറയുന്നില്ല, മറ്റുള്ള ആളുകൾ എന്നെ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പറയത്തക്കവണ്ണം ഉള്ള നിലയിൽ ഒരു ചെറിയ എമൗണ്ട് എടുത്തേച്ച് ബാക്കി എമൗണ്ട് ആ ദശാംശത്തിൻ്റെ കാശ് ഇന്റർ ഐലൻഡ്സിലെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിപ്പാനിടയായി. ഇന്നങ്ങനെ ദൈവദാസന്മാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാട് അതായിരുന്നു. 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ദശാംശത്തിൻ്റെ കാശ് തീരും. പിന്നെ ഞാൻ ബുദ്ധിമുട്ടോടുകൂടിയായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങൾ കഴിയുന്നത്. എന്നാൽ അതിലെ ദുഃഖമില്ല. പല സ്ഥലങ്ങളിൽ പാസ്റ്റർമാരെ കൊണ്ടാക്കുവാനും അവരെ സുവിശേഷ വേലയ്ക്ക് സപ്പോർട്ട് കൊടുക്കുവാനും അവരെ കർത്താവിൻ്റെ വേലയിൽ ശക്തി പ്രാപിപ്പിക്കാനും അങ്ങനെ ആത്മാക്കളെ നേടുവാനും അവിടെയൊക്കെ ഇടയായി. പല സഭകൾ സ്ഥാപിക്കപ്പെടുവാനിടയായി. ഞങ്ങളുടെ കാലത്തെ ശുശ്രൂഷ ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതാണ്. പോർട്ട്മെയിലുള്ളവർക്കും അത് സന്തോഷം, ആൻഡമാൻസിലുള്ള എല്ലാവർക്കും. ആൻഡമാൻസിൽ മായാബന്ദർ, ഡിഗ്ലിപൂര്, അതുപോലെ ബിംബളിഗഞ്ച്, ഇങ്ങനെ മിഡിൽ ആൻഡമാൻസ്, അതുപോലെ തന്നെ ലിറ്റിൽ ആൻഡമാന്, നമ്മുടെ ഈ പോർട്ട്മെയിലിനോട് ചേർന്ന് കിടക്കുന്നതായ പത്രാപൂര്, കാലിക്കട്ട്, ഡോളിഗഞ്ച്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. ഇന്ന് അനേക സഭകൾ അവിടെ ഉണ്ട്. ഞാൻ അവിടുന്ന് പോരുന്നതിന് ശേഷവും അവിടെയുള്ള ദൈവമക്കളുടെ സ്വീകരണം പല സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റാലിറ്റി അനുഭവിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. പോവുകയും അവരോട് ചേർന്ന് ശുശ്രൂഷയിൽ പങ്കുവഹിക്കുകയും ചെയ്യുവാൻ ഇടയായി. ഇന്നും ആൻഡമാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മായാത്ത ഒരു സ്ഥലമാണ്. ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ കുവൈറ്റിൽ പോകേണ്ടത് ഒരു ആവശ്യമായിരുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതേറ്റവും അനുഗ്രഹമായിരുന്നു. ഇനിയും ഈ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചിട്ടുള്ളതായ പല പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, വേല വ്യാപിക്കുന്നു എന്ന് കാണുമ്പോൾ പിശാച് വിവിധ നിലകളിൽ നമ്മളെ ഒടുക്കുവാനായിട്ട് നോക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, 3 പ്രാവശ്യം ആൻഡമാൻസിലെ ശുശ്രൂഷയിൽ മരിച്ചു പോകേണ്ട രംഗമുണ്ടായി. ഒന്നാമത്തെ ഒരു വിഷയം, ഞാൻ യാത്ര ചെയ്യുകയാണ്. പോർട്ട്മെയറിൽ നിന്ന് കപ്പലൊക്കെ ചെറിയൊരു ബോട്ടയിൽ ബിംബർലിഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബംബൂ ഫ്ലാട്ട് എന്ന് പറഞ്ഞ ജെട്ടിയിലോട്ട് പോകുന്ന വഴിയിൽ ആ ബോട്ട് ബംബൂ ഫ്ലാട്ട് ജെട്ടിയിൽ ചെന്ന് ഇടിച്ച് ഞാൻ കടലിൽ വീണു. അത് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്കതൊരു ഭയാനകരമാണ്. എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിലൊരു കുടയുണ്ട്, എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. ഈ ഇതുകൊണ്ട് പുതിയ നിയമമാണ്. ഇതും പിടിച്ചും കൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണു. അവിടെ അടുത്തുള്ളതായ ജെട്ടി, അതായത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ജെട്ടിയാണ്, പ്ലാറ്റ്ഫോം. അടിയിലോട്ട് പോയാൽ ആ ആളിനെ പിന്നെ ഒരിക്കലും കിട്ടത്തില്ല. അഥവാ മൃതശരീരം പോലും പൊങ്ങി വരണമെങ്കിൽ അത് തടസ്സമാണ്. ആളുകളെല്ലാം അമ്പരന്ന് പോയി. അയ്യോ, ഒരാൾ മരിക്കാൻ പോയല്ലോ, എന്ത് സംഭവിച്ചു? അനർത്ഥം എൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചെങ്കിലും ഞാൻ പറയട്ടെ, വെള്ളത്തിൽ മുങ്ങി ഞാൻ പൊങ്ങി വന്നപ്പോഴാണ് എൻ്റെ കരയ്ക്ക് നിന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് എനിക്ക് വടം ഇട്ടു തന്നു. ഞാൻ ആ വടത്തെ കരയ്ക്ക് കയറ്റി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബുക്സ് എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ആ ഷെൽഫ് എടുത്തപ്പോൾ ആ ബൈബിള് കണ്ടു, നനഞ്ഞ ബൈബിള്. അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം എന്നെ വളരെ ദൈവസന്നിധിയിൽ സന്തോഷിച്ചു. ഒരു പക്ഷേ അവിടെ വെച്ചായിരുന്നു എൻ്റെ മരണമെങ്കിൽ എൻ്റെ കുടുംബം അനാഥമായി പോയി. അതിന് ശേഷം എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടിയ ശുശ്രൂഷകളെല്ലാം നഷ്ടമായി പോയേനി.
എന്നാൽ ദൈവം എന്നെ അവിടെ വെച്ച് വിടുവിച്ചു. ദൈവത്തിൻ്റെ കരം ഞാൻ പൂർണ്ണമായി അവിടെ വെച്ച് അനുഭവിച്ചു. രണ്ടാമത്തെ അനർത്ഥം, ഇതുപോലെ എന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. നിസ്സാരമായ ഒരു കാര്യമായിരുന്നു, പക്ഷെങ്കിൽ ഞാൻ അവിടെ വെച്ച് മരിച്ചു പോകാമായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന പാർസനേജിൻ്റെ പിന്നിൽ, അതായത് കോളിംഗ് ബെല്ല് കേൾക്കാതെ വന്നപ്പോൾ ആ വയറ് ആ പ്ലഗുമായിട്ട് യോജിപ്പിക്കുന്ന രംഗം അല്പം ബുദ്ധികേടാണോ എന്ന് തോന്നിയെങ്കിലും എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ ഷോക്കടിച്ച് ഞാൻ നിലത്ത് വീണു. അവിടെ വെച്ച് വേണമെങ്കിൽ എനിക്ക് അനർത്ഥം സംഭവിക്കാമായിരുന്നു. ദൈവം എന്നെ അതിൽ നിന്നും വിടുവിച്ചു. മൂന്നാമത്തെ സംഭവം, ഞാനൊരു അതായത് മെഡിസിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നു. എനിക്ക് ചുമയുടെ പ്രയാസം ഉണ്ടായപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണ്, എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞ് എഴുതി തന്നതാണ്. ഞാൻ 6 ഇഞ്ചക്ഷൻ എടുത്തു. 7ാമത്തെ ഇഞ്ചക്ഷനിൽ അത് റിയാക്ഷനായി. ആദ്യ പ്രയാസസന്ധിയിലെത്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കാലിക്കട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെ സഭയിൽ ഞാൻ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി, വലുതായി. അന്ന് രാത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തു, യാതൊരു കുറവുണ്ടായില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവർക്ക് തന്നെ ഭയാനകരമായി തോന്നി. എൻ്റെ ഇട്ടുകൊണ്ട് പോയ ഹാഫ് ഷർട്ട്, അതായത് കൈ ഇങ്ങനെ ടൈറ്റായി എന്ന് വേണ്ട. ചില ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എൻ്റെ സഭയിലുള്ളതായ വിശ്വാസികളും ചില നേഴ്സുമാരും ഒക്കെ എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കൂടെ ആളുകളോട് പറയാൻ തുടങ്ങി. കാരണം എൻ്റെ കിഡ്നി അവിടെ വെച്ച് ഫെയിലിയർ ആകാൻ പോകുന്നു. കാരണം അതുപോലെയുള്ള അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഞാൻ അവിടെ വെച്ച് മരിക്കേണ്ടതല്ല എന്നുണ്ടായിരുന്നത് കൊണ്ട്, എൻ്റെ ശുശ്രൂഷ എനിക്ക് ഇനി ഉണ്ട് എന്നുള്ളത് ദൈവം കണ്ടതുകൊണ്ട് ദൈവം എന്നെ അത്ഭുതകരമായി അവിടെ വിടുവിച്ചു. ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് ആത്മീയ സന്തോഷം അനുഭവിക്കുമ്പോൾ, ഒരു വശത്ത് ആത്മാക്കൾ ലക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജീവിതത്തിന് നേരെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് വിവിധ നിലകളിൽ പ്രാണനോട് പോരാടുന്നു. എന്നാൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യപ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൽ കൂടെ നിങ്ങളോടും ചില കാര്യങ്ങൾ ദൈവത്തിന് പറയാനുണ്ട്. ദൈവം ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും നിലയിൽ ഞെരുക്കമോ ഭാരമോ ദുഃഖമോ അനുഭവിക്കുന്നുണ്ടെങ്കിലും പ്രയാസപ്പെടേണ്ട. നിങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ യു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സഫലീകൃതമാകുവാൻ ദൈവം പദ്ധതിയിടുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയുള്ള അനുഭവ സാക്ഷി എൻ്റെ ജീവിതത്തിൽ പലതുണ്ട്. ഒരുപാട് പറയാനുണ്ട്. എനിക്ക് അനുഭവങ്ങൾ ഒരുപാട്. സുവിശേഷ വേലയിൽ ജീവിതത്തിൽ പട്ടിണി കിടന്ന കാര്യവും മാത്രമല്ല, അനർത്ഥങ്ങളിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ മാത്രമല്ല, ദൈവം നടത്തുന്ന അവസ്ഥകൾ, എങ്ങനെ ദൈവം മിറക്കിൾ നടത്തുന്നു, ഇതെല്ലാം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഇനിയുമുള്ളത്, ഞാൻ കുവൈറ്റിൽ പോയ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഞങ്ങൾ കുവൈറ്റിൽ പോകണമായിരുന്നു. അന്നും കർത്താവ് തന്ന സാമ്പത്തികം ഇന്ത്യയിലെ വേലയ്ക്ക് പലയിടത്ത് സഹായിക്കാനായിട്ടിടയായി. എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരി ചിലർ എന്നെ അടുക്ക വന്ന കുവൈറ്റ് വെച്ച് പറയുമായിരുന്നു, കിട്ടുന്ന കാശ് മുഴുവനും ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുവൈറ്റിൽ നിന്ന് പോയാൽ ആരും പൈസ അയച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്നും നമ്മളെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന വാക്കായിരുന്നെങ്കിലും അന്ന് ഞാൻ കൊടുത്തതിൻ്റെ നന്മയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിൽ നിങ്ങൾ ഒട്ടും ദാരിദ്ര്യം കാണിക്കേണ്ട. കർത്താവിൻ്റെ വേലയ്ക്ക് ഉള്ളപ്പോൾ കൊടുക്കണം. കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളിൽ തന്നിട്ടുള്ളപ്പോൾ കൊടുക്കണം. അത് കൊടുത്താൽ കർത്താവ് പ്രതിഫലം മടക്കിത്തരും. അന്ന് നമ്മൾ കൊടുത്തത് 2000 ആണെങ്കിൽ ഇപ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്നത് 20,000. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കൊടുത്താൽ ആരും മുടിഞ്ഞു പോകത്തില്ല. നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാം. ഞാനൊരു സാക്ഷിയാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. ഒരുപാട്, അതായത് പ്രശസ്തി ഉണ്ടാകണമെന്നോ, വലിയ കെട്ടിടം വെക്കണമെന്നോ, അതുപോലെ വസ്തുക്കൾ വാങ്ങണമെന്നോ ഒന്നും ഒരു ചിന്ത ഇല്ല. എന്നാൽ ദൈവം തരേണ്ടതൊക്കെ നമുക്ക് തരും, യോഗ്യമായി തരേണ്ടതൊക്കെ തരും. മാന്യമായ ഭവനം കർത്താവ് തന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതി. അതുപോലെ തന്നെ ഒരുപാടൊന്നും സാമ്പത്തികമായി ഈ ഭൂമിയിലും മണ്ണും ഒന്നുമില്ല, വസ്തുക്കളൊന്നുമില്ല. കേവലം
ചുരുങ്ങിയ 10 സെന്റ് സ്ഥലത്ത് മാത്രമേ എൻ്റെ ഞങ്ങൾക്കുള്ളൂ. എന്നാൽ അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അതിൽ ഞങ്ങൾക്ക് അയ്യോ പിറുപിറുക്കുന്നില്ല, വേണമായിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിലല്ല ഞങ്ങളെ വിളിച്ചതെന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും അതിന് സാക്ഷികളാ. അവരോടും ഈ സുവിശേഷത്തിൻ്റെ സാക്ഷി ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ വളർത്തിയിട്ടുള്ളതായ എത്രയോ യൗവനക്കാര് ഇന്ന് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളെ 1988 ഞങ്ങൾ മലബാറിൽ വന്നു. മലബാറിൽ വന്നപ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഒരു വലിയ വിഷൻ ദൈവം തന്നു. ആ വിഷനാണ് ഞങ്ങളെ ഇതുവരെ നിർത്തിയിരിക്കുന്നത്. ഇതിനുള്ളിൽ അമേരിക്കയിലോ ഒക്കെ സഭയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സൊരിക്കലും അതിന് അനുവദിച്ചില്ല. ഞങ്ങൾക്ക് അനുവാദം തന്നില്ല ദൈവാത്മാവ്. അതുകൊണ്ട് ഇന്നും മലബാർ എന്നുള്ളതായ ആ വലിയ കാഴ്ചപ്പാടോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മലബാറിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നപ്പോൾ ഞാൻ ശുശ്രൂഷിക്കാനായി കടന്നു വന്നത് ഇവിടെ ടൗണിൽ ഒരു പഴയ സഭയുടെ ശുശ്രൂഷകനായിട്ടാണ്. ആ സഭയുടെ ശുശ്രൂഷകനായി 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ഒരു വേല ആരംഭിക്കണം. അങ്ങനെ വേല ആരംഭിക്കാൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കണം എന്നുള്ള പ്ലാൻ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു വീട് വാങ്ങാനുള്ള ക്രമീകരണം ഉണ്ടായി. അതൊരു ചെറിയ വീടായിരുന്നു. ആ വീട് ഞങ്ങൾ വാങ്ങിച്ചു, അവിടെ താമസം തുടങ്ങി. 1991 ജൂൺ മാസം 16-ാം തീയതി ഞങ്ങളൊരു പ്രാർത്ഥന ആരംഭിച്ചു. അതൊരു സഭയായി ദൈവകരുണ കൊണ്ട് 100 കണക്കിന് ആളുകൾ സ്നാനപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം ആയതുകൊണ്ട് ഡോക്ടർമാർ, MBBS പഠിക്കാൻ വന്ന സ്റ്റുഡൻസ്, നേഴ്സുമാർ, അതുപോലെ മെഡിക്കൽ വിഭാഗത്തിലുള്ള അനേക ആളുകളെ, യുവാക്കന്മാരെ, യുവതികളെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഭാഗ്യം തന്നു. സഭ ഒരു കാലയളവിൽ നന്നായി വളർന്നു. അനേക അത്ഭുതങ്ങൾ സഭയ്ക്കകത്ത് നടന്നു. ഇന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സഭ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ചതാകിയാൽ സ്വർഗത്തിലെ ദൈവത്തിന് അത് ഹിതമായിരുന്നത് കൊണ്ട് അത് നടക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇന്നും ഒരു ചെറിയ സഭയാണെങ്കിലും കർത്താവ് നടത്തുന്നുണ്ട്. അത് മലബാറിൽ ഒരു സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് കർത്താവ് തന്നതായ ആ ദർശനം വിവിധ നിലകളിലാണ് ഞങ്ങൾ ചെയ്തത്. അതിലൊന്നാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നു, ഈ പ്രദേശങ്ങളെ സുവിശേഷ വേലയ്ക്ക് യുവാക്കന്മാരെ ഞങ്ങൾക്ക് കണ്ടെത്തണം. അതിനൊരു ബൈബിൾ സ്കൂള് ആരംഭിക്കണം. 1997 ബൈബിൾ സ്കൂള് ആരംഭിച്ചു. ഇവിടെ പഠിച്ചതായ യുവാക്കന്മാർ ഇന്ന് പലരും നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, മലബാറിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പങ്കാളികളാണ്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ആരും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊന്നും തുടങ്ങിയതല്ല, വിശ്വാസത്താൽ തുടങ്ങിയതാ. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ദൈവം നടത്തി. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു കൊണ്ട് ഒരു ക്ലിപ്ത സമയമാകുന്നത് വരെ ഉള്ളൂ എന്ന് ദൈവാത്മാവ് നേരത്തെ പറഞ്ഞിരുന്നു. അത് നിന്നു. ഏകദേശം 12-13 വർഷം കഴിഞ്ഞപ്പോൾ സ്കൂള് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഉപയോഗിച്ചതായ മറ്റൊരു കാര്യം. 1998 ഞാൻ ബീഹാറിലേക്ക് ഒരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരു വിളിയുണ്ടായിപ്പോയി. ഒരു പക്ഷെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിലുള്ള പ്രിയമുള്ളവർക്കറിയാം, ഈ ബീഹാറിൽ ഇന്ത്യ മിഷൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലയളവാണത്. ആ ആരംഭിക്കുന്ന കാലയളവിൽ ഇന്ത്യ മിഷൻ ആരംഭിച്ചത് തന്നെ വാസ്തവത്തിൽ കോഴിക്കോട്ടുള്ള ഒരു ഹോട്ടലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാണ് അത് ആരംഭിച്ചത്. അന്ന് ഞാനുമുണ്ട്. പലർക്കും അതറിയത്തില്ല. അന്നുണ്ടായിരുന്ന 5 പേരുണ്ട്. 5 പേരുടെയും പേര് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഇന്ത്യ മിഷൻ ആരംഭിച്ചത് ഇവിടെ വെച്ചാണ്. എന്നാൽ ആ പ്രവർത്തനത്തിൽ അവിടെ ഒരു ബൈബിൾ സ്കൂളുണ്ട്. അവിടെ വന്ന് ഒരാഴ്ച ബൈബിൾ ക്ലാസ് പഠിപ്പിക്കണമെന്നുള്ള ഒരു വിളി ഉണ്ടായി. ഞാൻ അവിടെ പോകുവാനായിട്ട് ഒരുങ്ങി. അതിനു മുമ്പ് തന്നെ എനിക്ക് ബീഹാറിൽ പോകേണ്ടതായ ആവശ്യകത ഉണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും എനിക്ക് പോകാനൊരു അവസരം ലഭിക്കാതെ പോയി. എൻ്റെ പെങ്ങളും ഭർത്താവും അവിടെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരവിടെ താമസിക്കുന്നുണ്ട്. പല പ്രാവശ്യം എന്നെ വിളിച്ചെങ്കിലും പോകുവാൻ സാധിക്കാതെ പോയി. എന്നാൽ ഇപ്രാവശ്യത്തെ വിളി ഒരു വേലയോടുള്ള ബന്ധത്തിലും കൂടി ആകയാൽ ഞാൻ അതിനുവേണ്ടി പോകാൻ ഒരുങ്ങി. കൊച്ചിൻ പാട്ന ട്രെയിനിൽ യാത്ര ചെയ്തു. 2ാം രാത്രി ഭുവനേശ്വർ വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാത്രി കിടന്നുറങ്ങി.
12:30 മണിയായപ്പോൾ എൻ്റെ സകല സാധനങ്ങളും അതായത് കൊള്ളക്കാർ അപഹരിച്ചു. ഞാൻ ഉടുത്തിരുന്ന ഒരു ലുങ്കിയും ഹാഫ് കയ്യൻ ഷർട്ടും മാത്രം ശേഷിച്ചു. എൻ്റെ കണ്ണാടി പോയി, എൻ്റെ ബൈബിള് പോയി, ഞാൻ കൊണ്ടുപോയ കാരിയോൺ പോയി, വിലപിടിപ്പുള്ളതായ ചില വസ്തുക്കൾ അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ ബൈബിള് പോയി, നോട്ട് ബുക്ക് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നോർത്ത് നോക്കിയേ, വലിയ സന്തോഷത്തോടെ വേലയ്ക്ക് വേണ്ടി പോയതാ, പക്ഷെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു. രാത്രിയിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ വാഹനം നിർത്തുന്നതായി തോന്നി, ട്രെയിൻ നിർത്തുന്നതായി തോന്നി. എൻ്റെ മാത്രമല്ല പോയത്, എൻ്റെ അടുത്ത് കിടന്ന ബർത്തുകാരൻ്റെയും സാധനങ്ങൾ പോയി. ഞങ്ങൾ ദുഃഖിതരായി ഇരിക്കുമ്പോഴാണ് ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ലഗേജ് ഇങ്ങനെ വലിച്ചെറിയുന്നതായിട്ട് തോന്നി. ഞങ്ങളുടെ ലഗേജ് ആണല്ലോ എന്ന് വിചാരിച്ച് പരിസരം നോക്കാതെ, സമയം നോക്കാതെ, ഇരുട്ട് നോക്കാതെ ഞങ്ങൾ ട്രെയിനിൻ്റെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങി. പക്ഷെങ്കിൽ സംഭവിച്ചു കേൾക്കണോ, ഞങ്ങളുടെ ലഗേജ് ഒന്നും കിട്ടിയില്ല, ട്രെയിൻ അങ്ങ് മൂവായി. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കോച്ചിൽ കയറാൻ ഒത്തില്ല. പിന്നാലെ അടുത്തുള്ളതായ ബാക്കിലുള്ളതായ കോച്ചിലാണ് ഞങ്ങൾ കയറിയത്. രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ചായ മേടിച്ചു തരാൻ ആളുണ്ടായിരുന്നു, ആഹാരം മേടിച്ചു തരാൻ ആളുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, വേദന നിറഞ്ഞ യാത്രയായിരുന്നു. പിറ്റേ ദിവസം ബീഹാറിൽ ഞങ്ങൾ അവിടെ അസൻസോൾ കഴിഞ്ഞ് ജസിഡിയ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. എൻ്റെ പെങ്ങളും എൻ്റെ ബ്രദറിലോയും എന്നെ കാണുവാനായിട്ട് അവിടെ വന്നിരുന്നു. പക്ഷെങ്കിലുണ്ടല്ലോ, എന്നെ കണ്ടപ്പോൾ അവർ സർപ്രൈസായിപ്പോയി. ഒരു ലുങ്കി ഉടുത്ത് ഞാൻ ഷൂസ് ഒക്കെ ഇട്ടാ ഇറങ്ങിച്ചില്ല. മോഹം കണ്ടപ്പോൾ അവർക്ക് വേദന തോന്നി. എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ സംഭവിച്ചു പോയി, സാരമില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ അവരുടെ വാഹനത്തിൽ കയറി അവിടുന്ന് ഒരു 80 കിലോമീറ്റർ ദൂരമുണ്ട് യാത്ര ചെയ്ത് പോയി. പിറ്റേ ദിവസം രാവിലെ അവിടെയുള്ള ഒരു കടയിൽ പോയി തുണിയൊക്കെ വാങ്ങിച്ച്, പാൻസുമൊക്കെ തയ്പ്പിച്ച്, ഷർട്ടുമൊക്കെ തയ്പ്പിച്ച്, എൻ്റെ കാശൊന്നുമില്ല, അതെല്ലാം അവരാ സഹായിച്ചത്, അവരാണെന്നെല്ലാം മേടിച്ചത്. എനിവേ മോത്തിഹാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ബൈബിൾ സ്കൂൾ ക്ലാസ്സിന് വേണ്ടി പോയി. അങ്ങനെ ഒരാഴ്ച മോത്തിഹാരിൽ ബൈബിൾ ക്ലാസ് നടത്തി. അവിടെ നടന്നതായ ചില തിക്താനുഭവങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പരസ്യമായി പറയുന്നില്ല. അതും എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അവിടെ നിന്ന് മടങ്ങി വീണ്ടും എൻ്റെ സിസ്റ്ററുടെ ഭവനത്തിൽ ഞാൻ വന്നു. ആ വന്ന വരവിൽ അവർ 2 രാത്രി അവിടെയുള്ള ഒരു വില്ലേജിൽ മീറ്റിംഗ് ക്രമീകരിച്ചു. ആ മീറ്റിങ്ങിൽ വെച്ച് ഏകദേശം 27 പേര് രക്ഷിക്കപ്പെട്ടു. ഞായറാഴ്ച സ്നാനം നടക്കുവാനിടയായി. അങ്ങനെ ഒരു 90-ൽ പരം വയസ്സ്, എത്ര വയസ്സുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിലും ഞാൻ ഊഹിക്കുക, പടുകളവനായ ഒരു മനുഷ്യൻ ഒരു വടിയും കുത്തിപ്പിടിച്ച് സ്നാനത്തിന് വേണ്ടി വെള്ളത്തിൽ കുളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരു മനുഷ്യന് വേണ്ടിയായിരുന്നു. നോക്കണേ, ഞാൻ അവിടുന്ന് ധൈര്യം പ്രാപിച്ചു. അങ്ങനെ ചിലരെ സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തി ആ കൂട്ടത്തിൽ എൻ്റെ ഒരു അനന്തരവനും ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാനപ്പെട്ട് ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ് മടങ്ങി കേരളത്തിലേക്ക് പോയിരുന്നു. എന്നാൽ 1 മാസക്കാലം കഴിഞ്ഞപ്പോൾ അവിടെയുള്ളതായ ഈ സ്നാനപ്പെട്ടവരും ആ വില്ലേജിലുള്ള ആളുകളുടെ ഇടയിൽ ഒരു വേറെ ആരംഭിക്കണമെന്ന് എൻ്റെ ബ്രദറിലോ വിളിച്ചു പറഞ്ഞപ്പോൾ, സാമ്പത്തികമായി കൂട്ടായ്മ കാണിക്കാനാണ് വിളിച്ചു പറഞ്ഞത്. അന്ന് എൻ്റെ ഒരു ബ്രദർ, അദ്ദേഹം മസ്കറ്റിൽ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം ആദ്യമേ അയച്ചു തന്ന 1000 രൂപ ഈ പറഞ്ഞ ജാർഖണ്ഡിലെ മിനിസ്ട്രിക്ക് ഉപയോഗപ്രദമായി. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിശാലതയ്ക്ക് വേണ്ടി ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ല. 1000 രൂപ കൊണ്ട് ആ വേല ആരംഭിച്ചതായ ആ പ്രവർത്തനം ഇന്ന് ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഡിവൈൻ മിഷൻ ഇന്ത്യ എന്നുള്ള പേരിൽ വലിയ ആർഭാടമോ വലിയ പരസ്യമോ വലിയ പൊങ്ങച്ചോ ഒന്നുമില്ലാതെ വിശ്വാസത്താൽ ആ വേല ഇന്നും നടക്കുന്നു. ഏകദേശം 20-ൽ കൂടുതൽ പാസ്റ്റർമാർ അവിടെ ശുശ്രൂഷയിലുണ്ട്. 3000-ൽ പരം വിശ്വാസികൾ അവിടെയുണ്ട്. അത് ദൈവസഹായം ഇന്ന് വരെ തുടരുവാൻ ഇടയായി. ആദിവാസികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായി.
അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്നും അതെല്ലാം നടക്കുന്നു. കൂട്ടു ശുശ്രൂഷന്മാരെ ദൈവം അവിടെ പലരെ തന്നു. അവിടെയുള്ള എല്ലാ പാസ്റ്റർമാരും, അതായത് ആ ആ പ്രദേശത്തുള്ളതായ ദൈവദാസന്മാരാ. അങ്ങനെ കർത്താവിൻ്റെ വേല ഈ നിലയിൽ വിശാലമായി ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, ധനത്തിൻ്റെ വലിപ്പമോ ഒന്നും ജീവിതത്തിൽ ഇല്ല. ഞാൻ ഈ ലോകത്തിൽ അങ്ങനെയുള്ളതായ ഒന്നിനും മുഖ്യസ്ഥാനം കൊടുത്തിട്ടില്ല. പക്ഷേ പണത്തിന് പണം വേണം, സാമ്പത്തികം വേണം, ഇതെല്ലാം ആവശ്യമാണ്. ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിൽ ഒരുപാട് പ്രാവശ്യം, ഒരുപാട് നാള് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ട്. നൂലെ കെട്ടി ദൈവം തരുമോ എന്ന് ചോദിച്ചാൽ തരും, അതും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ അനുഭവങ്ങളൊക്കെ പറയാം. ഈ മലബാറിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിൽ കൂടി ദൈവം ചെയ്തതായ പ്രവർത്തനങ്ങളിൽ ഒന്ന് വയനാട് ഡിസ്ട്രിക്റ്റാണ്. 20 വർഷം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വയനാട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. വിരലിലെണ്ണാവുന്ന സഭകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏകദേശം 35-ൽ പരം സഭകൾ അവിടെ അന്ന് സ്ഥാപിതമായി. ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ 5 ഡിസ്ട്രിക്റ്റായിട്ട് തന്നെ ആ വയനാട് ഡിസ്ട്രിക്റ്റിനെ ഡിവൈഡ് ചെയ്യുവാനിടയായി. നോക്കണേ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വേല. ഞാൻ കോഴിക്കോട്ട് താമസിച്ചും കൊണ്ട് 100-ൽ പരം മൈലുകൾ, കിലോമീറ്ററുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. വയനാട് ചുരമെന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളവർക്കറിയാം, അന്നത്തെ കാലത്ത്, ഇന്ന് നല്ല വിശാലമായ വളവാ, ഹെയർ പിൻസ് 9 ഉണ്ട്, ഇന്ന് കുറച്ചുകൂടെ വിശാലമാ. എന്നാൽ അന്ന് രാവിലെ 6 മണിക്ക് ഞാൻ വണ്ടിയെ കയറിയാൽ അവിടെ 9-ഓ 10-ഓ മണിയാകുമ്പോൾ ചെല്ലുമ്പോൾ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ സഹധർമ്മിണിയും ഒരുപാട് ചാരിറ്റി വർക്ക് അവിടെ നടത്തി. ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു. ഇന്ന് സന്തോഷമുണ്ട്. എന്തറിയാമോ, പലരുടെയും വീടുകൾ, അവർ താമസിക്കുന്ന വീടുകൾ ചെന്ന് കണ്ടാൽ, അയ്യോ ഇത് ഞങ്ങളുടെ കയ്യാൽ ഉണ്ടാക്കി കൊടുത്തതാണല്ലോ, ഞങ്ങൾക്കൂടാണല്ലോ ഇതിന് മുഖാന്തരം ഉണ്ടായത് എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പല പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുത്തത് ഓർക്കുമ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഇതെല്ലാം പണം കെട്ടിവെച്ചുകൊണ്ടൊന്നുമല്ല, വിശ്വാസത്താൽ ഇതെല്ലാം നടന്നു. ഓരോ ദിവസവും അങ്ങനെ നടന്നു. 20 വർഷം കർത്താവിൻ്റെ വേല ചെയ്തു. സഭാ ഹോളുകൾ പണിതു, പാസ്റ്റേജുകൾ പണിതു, സ്ഥലങ്ങൾ വാങ്ങിച്ചു. ഇതൊക്കെ ലോകപ്രകാരം എടുത്തു പറയേണ്ടതാ. അതിനേക്കാൾ ഉപരി, അതായത് ആത്മാക്കളെ നേടുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസ്ബറ്ററിയുടെ തീരുമാനം അനുസരിച്ച് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല എടുക്കാമോ, അങ്ങനെ ഒരു അവസരം തന്നപ്പോൾ ഞാൻ കഴിഞ്ഞ 14 വർഷത്തിൽ കൂടുതലായി, 15 വർഷമായി കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് മലബാറിൻ്റെ വിശാലത എന്ന് കണ്ട് മലബാർ മേഖല ഉണ്ടാകുവാനിടയായത്. അതിൻ്റെ ആരംഭം, അതായത് തികച്ചും എന്നിൽ കൂടെ തന്നെയാണെന്ന് പറയാം. അന്നത്തെ ഹൃദയത്തിലെ താല്പര്യം പാലക്കാട് മുതൽ കാസർഗോഡ് വരെ റവന്യൂ ജില്ല, ഈ പ്രദേശങ്ങളിലെ എല്ലാ സഭകളെയും തമ്മിൽ ഒന്നിച്ച് ആത്മീയ കൂട്ടായ്മ ഉണ്ടാക്കുക, പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടാകുക, മേഖലാ കൺവെൻഷൻ ഉണ്ടാകുക. ദീർഘവർഷങ്ങൾ ഇതിനു വേണ്ടി അധ്വാനിച്ചു. മലബാർ മിഷന്റെ ഒരു നല്ല പ്രൊജക്റ്റ് ഇവിടെ വന്നു. എത്രയോ വീടുകളിൽ, എത്രയോ പാസ്നേജുകളിൽ, എത്രയോ, അതായത് കുടിവെള്ളം, ബോർവെൽ ഉണ്ടാകുന്ന ക്രമീകരണം ഉണ്ടായി. ഇതെല്ലാം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് സാക്ഷ്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ വായിക്കുന്നൊന്നും എടുത്തു കൊടുത്തൊന്നുമല്ല, എൻ്റെ ഫാമിലിയുടെ സ്വത്തൊന്നുമല്ല. കർത്താവ് തന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. അതാണ് ഇന്നും നമ്മുടെ കാഴ്ചപ്പാട്. മലബാറിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, മലബാറിന് വേണ്ടി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്നും എന്നോടുകൂടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. സാമ്പത്തിക കൂട്ടായ്മ കാണിക്കേണ്ടതായ പ്രിയ സഹോദരന്മാരുണ്ട്. അവർക്കും ദൈവം തക്ക സമയത്ത് അതെല്ലാം കൊടുക്കത്തക്കവണ്ണം എൻ്റെയും കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഓരോ ദൈവഭക്തന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ചെറിയ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പാൻ വേണ്ടിയാണ്. ഇത് മാത്രമല്ല, ഞാൻ ഓർക്കുന്നുണ്ട് 1989 മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ വെച്ച്
ഒരു സാധുവായ ഒരു ദൈവദാസൻ. അദ്ദേഹം തിരുവല്ല മല്ലപ്പള്ളി സ്വദേശിയാ. 2 കാലും തളർന്ന, പിള്ളവാദം വന്ന് തളർന്ന ഒരു ദൈവദാസനാ. പക്ഷെ അദ്ദേഹം ഇങ്ങനെ അസഞ്ചാര പ്രവർത്തകരായി ഇങ്ങനെ പലയിടങ്ങളിൽ പോകുമ്പോൾ തനിക്ക് കർത്താവ് കൊടുക്കുന്ന ദൂതാണ് പ്രവചനം. എന്നോടൊരു ദൂതുണ്ടായിരുന്നു, മകനെ, ഒരേ സമയം ലക്ഷങ്ങൾ കേൾക്കുമാറ് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൂത് ലോകം അറിയത്തക്കവണ്ണം നിന്നെ ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു, ലക്ഷങ്ങൾ കേൾക്കണമെങ്കിൽ എങ്ങനെയാ, എങ്ങനെയായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് വിചാരിച്ചെങ്കിലും പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, 2014 ജനുവരി മാസം മുതൽ ഇന്നേക്ക് 10 വർഷം മുൻപ് ഹാർവസ്റ്റ് TV കൂടെ ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ ഉള്ള അവസരം എനിക്ക് തന്നു. ഞാൻ അതിൽ സന്തോഷമുണ്ട്. ഹാർവസ്റ്റിൻ്റെ ചുമതലക്കാരനായിരിക്കുന്ന ആ പ്രിയമുള്ളവരോട്, അദ്ദേഹം വയനാടിന് പോകുവാൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ മകനുമായിട്ടുള്ളതായ ആ സ്നേഹബന്ധത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബിബി ചാക്കോ എന്നോട് ചോദിച്ചു, അച്ഛനൊരു ബൈബിൾ ക്ലാസ് എടുക്കാൻ TV ഒരു സമയം തന്നാൽ അച്ഛൻ അത് ചെയ്യാവൂ? ഞാൻ പറഞ്ഞു ചെയ്യാം. സന്തോഷത്തോടുകൂടെ ഞാനത് പറഞ്ഞു ചെയ്യാം. എന്നോട് ചോദിച്ചു എന്തായിരിക്കും വിഷയം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്തൊരു വിഷയം, ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് നിഴലും പൊരുളും. നിഴലും പൊരുളും എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിഷയത്തെ ടൈപ്പോളജി എന്ന് ഇംഗ്ലീഷിൽ പറയും, അപ്പോൾ തന്നെ പ്രതിരൂപ സ്വരൂപങ്ങൾ എന്നും പറയും. അതിൻ്റെ ആ അർത്ഥം 1 യേശു ക്രിസ്തു, 2 സഭ, 3 വിശ്വാസി. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്താൽ യേശു ക്രിസ്തുവിനോടും സഭയോടും വിശ്വാസികളോടും നമുക്ക് സാമ്യപ്പെടുത്തി അത് പഠിപ്പിക്കുവാനായിട്ട് കഴിയും. 1914 ജനുവരി മാസം ആദ്യമേ ഞാൻ ഷൂട്ട് ചെയ്തത് സമാഗമന കൂടാരം എന്ന വിഷയമാണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് പറയട്ടെ, ഇന്നേക്ക് 10 വർഷം ആ ശുശ്രൂഷ വിഘ്നം കൂടാതെ തുടരുവാനിടയായി. പണത്തിൻ്റെ ഇന്ന് വരെ എനിക്ക് സന്തോഷത്തോട് പറയാം, ഞാൻ ഈ TV ഒരിടത്തും പറഞ്ഞില്ല എന്നെ സഹായിരെ, TV കൂടെ പറഞ്ഞില്ല ഇതിന് ചെലവുണ്ട് തരണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ എന്നോട് ഇന്ന് വരെയും ഈ ഹാർവസ്റ്റ് TV ആളുകൾ കണക്കും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് മഹത്വം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം പണം ഉണ്ടായിട്ടല്ല. ഇങ്ങനൊരു അവസരം ആ പ്രിയമുള്ളവർ എനിക്ക് തന്നപ്പോൾ എൻ്റെ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനമായി തീരണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇന്നും തിങ്കളാഴ്ച രാവിലെ 8:30 മണിക്ക് നിഴലും പൊരുളും ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ആ നിഴലും പൊരുളും ക്ലാസ് ഉണ്ട്. ആ 100 കണക്കിന് ആളുകൾ, എന്താ പറയുക, ചില ആഴ്ചകൾ 50 പേര് വിളിക്കും, ചില ആഴ്ചകൾ ചിലപ്പോൾ 10 പേര് വിളിക്കും, 15 പേര് വിളിക്കും. ഇതെല്ലാം വിളിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തമാവണം ഞാൻ ചെയ്യുന്നു. പ്രിയരെ, എൻ്റെ ഹൃദയത്തിലെ താല്പര്യം, സുവിശേഷ നിമിത്തം ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ എൻ്റെ ടെസ്റ്റിമണി വിജയപ്രദമായി തീരും. കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇങ്ങനെയാണ് കർത്താവ് ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നത്. പട്ടിണി കിടക്കുന്ന രംഗങ്ങളിൽ ഒറ്റ മനുഷ്യരോട് പോലും പോയി പറയാതെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതിലൊരു കാര്യം കൂടെ, ഒരത്ഭുതം പറയാം. 1991 നടന്ന സംഭവമാണ്. ഞാൻ ഈ വീട് വാങ്ങിച്ച് സാമ്പത്തികമായി ഞെരുക്കമായി, വിശ്വാസികളില്ല, വരുമാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ പഠിക്കുന്നു, ഫീസ് കൊടുത്താ പഠിക്കുന്നത്. അവരുടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുവാൻ, അതായത് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും, ഒരു ദിവസം കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു, വെള്ളിയാഴ്ച വന്ന് പറഞ്ഞു, തിങ്കളാഴ്ച ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേ. ഞാൻ പറഞ്ഞു ഞായറാഴ്ച വരെ ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ചയിൽ ഉദ്ദേശിച്ചത്രയും കാശില്ല. പ്രാർത്ഥിച്ചു. ഞങ്ങൾ അന്ന് പരസ്യ സ്ഥലത്ത് പോയി പരസ്യവും നടത്തി ട്രാക്കൊക്കെ കൊടുത്ത് വൈകിട്ട് വന്നു. വീടിൻ്റെ മുറ്റത്ത് ഞങ്ങളിരിക്കുമ്പോൾ ഗേറ്റിൽ ഇങ്ങനെ ലെറ്റർ ബോക്സ് ഉണ്ട്. ഞാൻ ആ ലെറ്റർ ബോക്സ് തുറക്കാനായിട്ട് ചെന്നപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്ന അന്നത്തെ ചില സഹോദരന്മാർ ചിലപ്പം ഇത് കേൾക്കുമ്പോൾ ചിരിക്കും. ഞാനിങ്ങനെ ലെറ്റർ ബോക്സ് തുറക്കാൻ ചെന്നപ്പോൾ അതിലൊരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമോനെന്നാ,
അദ്ദേഹം പറഞ്ഞു, അച്ഛാ ബാബുച്ചായ ഇന്ന് ഞായറാഴ്ചയാ, പോസ്റ്റ് പോകാൻ പറ്റത്തില്ല. അതിനകത്ത് അതുകൊണ്ട് തപ്പണ്ട. എനിവേ ഞാൻ തുറന്നു, ബോക്സ് തുറന്നപ്പം ഒരു പേപ്പറിനകത്ത് എന്തോ പൊതിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ഞാനത് എടുത്തുടനെ വേറൊരാൾ പറഞ്ഞു പിള്ളേർ കളിപ്പിക്കാൻ മണൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിവേ ഞാനത് അഴിച്ചു ചെന്നപ്പോൾ എനിക്ക് അത്ഭുതം, 100-ന്റെ 7 നോട്ട്. ദൈവം അത്ഭുതവാൻ. ഞാൻ ആ 100 നോട്ടും എടുത്ത്, ഐ മീൻ 100-ന്റെ 7 നോട്ട് എടുത്ത്, കണ്ടോ കൊച്ചുമോനെ, കണ്ടോ രാജൻകുട്ടി, കണ്ടോ, ദൈവം അത്ഭുതവാൻ. ആരുകൊണ്ടിട്ടെന്ന് അറിയത്തില്ല, ഇന്ന് വരെയും അറിയത്തില്ല. അപ്പം ദൈവം ശക്തനല്ലയോ, ദൈവം തരത്തില്ലയോ? ദൈവത്തിന് സ്തോത്രം. ആ ഷർട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഷർട്ടിന് വേണ്ടി, ഒരു വെള്ള ഷർട്ടിന് വേണ്ടി. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത, അന്നത്തെ ആ കാലയളവിൽ വിശ്വാസം നമ്മളെ പഠിപ്പിച്ചു. ദൈവം എത്രയോ വിശ്വസ്തൻ. ഒരു ഷർട്ടിന് പകരം ഇന്ന് 10 ഷർട്ട് ഇടത്തക്കമുള്ളതായ നിലയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും കൊടുക്കുകയോ നിന്നെ അനുഭവിക്കുകയോ ആക്ഷേപകരായി തീരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കർത്താവ് മറക്കത്തില്ല. കർത്താവ് അവരെ ഓർക്കും. അബ്രഹാമിനെ ഓർത്ത് ദൈവം, മോശയെ ഓർത്ത് ദൈവം, ഇസ്ഹാക്കിനെ ഓർത്ത് ദൈവം, യോശുവയെ ഓർത്ത് ദൈവം, പുതിയ നിയമത്തിൽ അപ്പസ്തലന്മാരെ ഓർത്ത് ദൈവം നമ്മളെ ഓർക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാതെ വിശ്വാസത്തോടെ ആക്കിയ സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരാകുക. ദൈവം എനിക്ക് തന്നതായ കഴിവ് അത് ചെറുതാകാം. ആ ചെറിയ കഴിവ് ഞാൻ ഒരേ കാലയളവിൽ തിരുവചനം 5 ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുമായിരുന്നു. 5 ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് എത്രയോ ശിഷ്യഗണം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എത്രയോ അതായത് ശിഷ്യന്മാർ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വലിയ പദവി തന്നെയാണ്. അതൊരു വലിയ പദവിയാ. തിരുവല്ലക്കാരനായി ഞാനിപ്പോൾ മലബാറുകാരനായി. സുവിശേഷ നിമിത്തം ഞാൻ മലബാറിലായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷമുണ്ട്. ഒരു പക്ഷെങ്കിൽ മലബാറിൽ നിന്ന് അമേരിക്കയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ചേക്കേറാമായിരുന്നു, അവസരം ഉണ്ടായിരുന്നു. എന്തിലും ദർശനം ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് ആ നാളിൻ്റെ അവസാനം വരെ മലബാർ എന്നുള്ളതായ ആ സ്വപ്നത്തിൽ കഴിയുകയാണ്. അതുകൊണ്ടൊരു പ്രത്യേകതയോടെ ഞാൻ പറയാം, ആരോടും വാശിയോ വൈരാഗ്യമോ ദുർബുദ്ധിയിലുള്ളതായ സംഭാഷണമോ ഒന്നുമില്ല. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നാൽ സത്യത്തിന് ഞാൻ എപ്പോഴും അതായത് സാക്ഷിയായിരിക്കും. ആരുടെയും സൈഡ് പിടിക്കാനോ അതുപോലെ തന്നെ അധികാര സ്ഥാനത്തിന് വേണ്ടി മല്ലിടാനോ ഒന്നും പോകുവാൻ എനിക്ക് താല്പര്യമില്ല. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തമാവണ്ണം ചെയ്യുക. ഇപ്പോഴാണെങ്കിലും എല്ലാ വർഷവും നല്ല ചാരിറ്റി വർക്ക് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ വയനാട് ഡിസ്ട്രിക്റ്റിൽ ഭാര്യയുടെ ഭാഗം, എൻ്റെ ഭാഗം, മക്കളുടെ ഭാഗം എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. അതൊക്കെ ഇതൊന്നും ബോർഡടിച്ച് ഫ്ലക്സിൽ കാണിക്കാനൊന്നും അല്ല. ഇതെല്ലാം ഒരു പക്ഷെങ്കിൽ നമ്മൾ പഠിക്കുന്ന പോലെ കർത്താവ് പറഞ്ഞ പോലെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈയോ, വലം കൈ കൊടുക്കുന്ന ഇടം കൈയോ അറിയാതെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. ഇന്നും കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ അത് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 റവന്യൂ ജില്ലയിൽ ഇനിയും കർത്താവിന് വേണ്ടി സാക്ഷിയാകണം. കർത്താവ് ഏത് നിലയിലാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ നാളത്തെ പോലെയുള്ളതായ ആരോഗ്യം ഇല്ല എങ്കിലും കർത്താവ് തരുന്നിടത്തോളം കാലം കർത്താവിൻ്റെ സാക്ഷിയാകണം. ഇതാണ് എൻ്റെ ഹൃദയത്തിലെ ലക്ഷ്യം. ഞങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി സാക്ഷിയാകുന്നു, മക്കൾ കർത്താവിൻ്റെ സാക്ഷികളാകുന്നു. അതുകൊണ്ട് ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥന വേണം എന്നും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രശ്നങ്ങളെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ ആൻഡമാൻസ്, ക്യുവൈറ്റ്, ബീഹാർ അനുഭവങ്ങൾ, അങ്ങനെ ദീർഘമാകുന്ന മിഷണറി യാത്ര, ജീവിതാനുഭവങ്ങൾ, കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ കാവലൊക്കെ അനുഭവിച്ച അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയം തീർന്നെന്ന് ചിന്തിക്കേണ്ട. എന്തെങ്കിലും
പിന്നെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ കാവൽ, അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങൾ കൂടെ പറയാം. അത് അനുഗ്രഹമായി തീരും. അങ്ങനെ കർത്താവ് നടത്തിയ ഒത്തിരി വിധങ്ങളുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിഴൽ പൊരുൾ വിഷയം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വിഷയമാണ് കേട്ടോ അങ്കിളെ. ആണോ? കാരണം ഈ അങ്കിള് പറഞ്ഞില്ലേ 60s ലാസ്റ്റിലാണ് കോട്ടയത്ത് അങ്കിള് പഠിച്ചത്. യാ, അതേ സമയത്താണ് എൻ്റെ പപ്പായും കോട്ടയത്ത് പഠിച്ചത്, ശാലേമില്. ആരായിരുന്നത്? അദ്ദേഹത്തിന്റെ പേര് സി.ജെ. യോഹന്നാൻ എന്നായിരുന്നു. നിത്യതയിൽ അയ്യോ, വിശ്രമിക്കുന്നു. അറിയാ. ആസാമിൽ പോയ ആളാണോ? ആസാമിൽ പോയ യോനാച്ചന്റെ മോനാ ഞാൻ. അയ്യോ, പ്രൈസ് ദി ലോർഡ്. എന്റെ മിത്രമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ഭയങ്കര അങ്കിളത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അയ്യോ, ഞങ്ങൾ ഒരുമിച്ച് രാജസ്ഥാനിൽ പോയതാ കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. അതെ, ഞങ്ങൾ ഒന്നിച്ച് രാജസ്ഥാനിൽ പോയതാണ്. അദ്ദേഹം തേസ്പൂരിലായിരുന്നു. അത് തന്നെ. എൻ്റെ കുട്ടിക്കാലം ഞാൻ തേസ്പൂരിലാണ് വിനിയോഗിച്ചത്. പിന്നീട് അയ്യോ, പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ, അത് അറിയാത്തൊരു കാര്യമായിരുന്നല്ലോ. ഞാൻ അങ്കിൾ ആദ്യം പറഞ്ഞില്ലേ ശാലേമിൽ 68, 69 എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളു പറഞ്ഞു ഒരു പക്ഷേ എൻ്റെ പപ്പാട് കൂടെ പഠിച്ചതായിരിക്കും. എൻ്റെ പപ്പാടെ സ്ഥാനത്തുള്ള ദേവദാസന്മാരാണ്. അയ്യോ, യോനാച്ചന്റെ കാര്യം എനിക്ക് എപ്പോഴും ഓർക്കാനുണ്ട്. പല കാര്യങ്ങള് ഞാനേ അത് പറഞ്ഞത് കൊണ്ട് ഒരു അനുഭവം കൂടെ പറയാൻ പോവാ കേട്ടോ. അത് കേൾക്കണം. കേട്ടാട്ടെ, പറഞ്ഞാട്ടെ. ഞങ്ങളെല്ലാം 16 പേര് ഒരുമിച്ചാണ് രാജസ്ഥാനിൽ പോകുന്നത്. അതായത് ഇന്ത്യ എവരി ഹോം ക്രൂസേഡിന്റെ ഒരു വിളി ഉണ്ടായി. അന്ന് യോനാച്ചനുണ്ടോ? മേ ബി, ഐ തിങ്ക് ഉണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന വേളയില് ഞങ്ങളെ ഡൽഹിയിൽ ഗ്രീൻ പാർക്കിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഞങ്ങളെ ഡിവൈഡ് ചെയ്ത് വിട്ടു. അങ്ങനെ ഞങ്ങൾ പലയിടത്തായി പോയി. ഞാൻ എൻ്റെ കൂടെയുള്ള ടീമ് ഞങ്ങളുടേതൊരു ജോൺ എന്ന് പറഞ്ഞ ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഞങ്ങൾ 6 പേര് ഞങ്ങളിങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർദാർ സഗർ, രത്തൻഘട്ട്, താരാനഗർ, ബീക്കാനേർ ഇത്രയും സ്ഥലങ്ങളിൽ ഞങ്ങൾ വേല ചെയ്തിട്ടുണ്ട്. ഈ വേലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹിയിലെ Q3 ഈ ഗ്രീൻ പാർക്ക് Q3 PN കുര്യൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം മാവേലിക്കരക്കാരനായിരുന്നു. അദ്ദേഹമായിരുന്നു എവരി ഹോം ക്രൂസേഡിന്റെ അന്നത്തെ ഡയറക്ടർ. ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരാഴ്ച താമസം ഉണ്ടായി. അപ്പം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഒരു വർഗീച്ചാനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുക. ഇവരെല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് ഈ ഡൽഹിയിൽ നല്ല മദ്രാസ് ഹോട്ടലിൽ പോകും. എൻ്റെ കയ്യിൽ കാശില്ല. ഈ ഒരാഴ്ച താമസിക്കുന്നുള്ള കാര്യമൊന്നും നമ്മൾ ഓർത്തില്ലല്ലോ. അല്പ കാശ് വീട്ടിൽ നിന്ന് തന്നു വിട്ടിരുന്നു. അത് മദ്രാസ് മൂർ മാർക്കറ്റിൽ ചെന്ന് ഷോളാപൂരിൻ്റെ ഒരു ഷോളും ഒരു ചെറിയ ഈ നേപ്പാളികളെയോ അല്ലെങ്കിൽ മണിപ്പൂരുകാർ ഉപയോഗിക്കുന്ന ഒരു സെറ്ററും അന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചപ്പോൾ കാശ് കയ്യിൽ പോയി. അങ്ങനെ എവർ ഹോട്ടലിൽ പോയി ചാപ്പാടുമൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പം ഞാൻ എന്താ ചെയ്യുന്നത് ചെയ്യാമോ, എൻ്റെ പെട്ടിക്കകത്ത് അന്ന് ഈ മോഡേൺ ബ്രെഡിൻ്റെ വലുത് മേടിച്ച് വെച്ചിട്ടുണ്ട്. എവരെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഒക്കെ ഹോട്ടലിൽ പോയി ചാപ്പാട് കഴിച്ചിട്ട് വന്ന് ചോദിക്കും, ബാബുവെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൂട്ടാൻ്റെ കാര്യവും ചോറിൻ്റെ കാര്യവും ഒക്കെ പറയുമ്പോൾ ഞാനും അവരുടെ കൂടെ കൂട്ടി തല കുലുക്കും. അതേപോലെ ഞാൻ 2 പീസ് ബ്രെഡ് എടുത്ത് വയറ് നിറച്ച് വെള്ളവും കുടിച്ച് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു വന്ന്. അങ്ങനെയാണ് രാജസ്ഥാനിലോട്ട് പോയത്. രാജസ്ഥാനിൽ ചെന്ന് ഈ പലയിടത്തെ സർദാർ സഗറിലെയൊക്കെ വേല നടത്തി എവരി ഹോം ക്രൂസേഡുകാരുടെ ഒടുവിൽ ഈ പറഞ്ഞ ബീക്കാനേറിലും താരാനഗറിലും കഴിഞ്ഞിട്ട് ഞങ്ങളെ രത്തൻഘട്ടിലോട്ടാണ് വിട്ട്. രത്തൻഘട്ട് വിട്ട് ചെന്നപ്പോൾ എൻ്റെ ദൈവദാസനെ എനിക്കവിടെ ടൈഫോയിഡ് രോഗം ഉണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവരെല്ലാം, അതായത് ആദ്യ സമയം വന്ന് ശുശ്രൂഷിക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം വേറെ സ്ഥലത്തോട്ട് മാറി, ട്രാൻസ്ഫറായിപ്പോയി. ഞാൻ മാത്രമായി. വാസ്തവത്തിൽ 27 ദിവസം രത്തൻഘട്ട് ഹോസ്പിറ്റലിൽ ടൈഫോയിഡ് രോഗത്താൽ മരണവുമായി മല്ലിട്ടു. ഞാൻ മറക്കാത്ത ദിവസങ്ങളാ.
18 വയസ്സ് പ്രായം, 18-19 വയസ്സ് പ്രായം. ഒരു ഇംഗ്ലീഷ് ബൈബിള് എൻ്റെ കിടക്കയുടെ അടുത്തുണ്ട്. ഞാൻ ദൈവത്തോട് 27ാമത്തെ രാത്രി പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ ഈ രാജസ്ഥാനിൽ തീരാൻ പോവാണല്ലോ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മൂത്ത മോന സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിട്ടതാ, ഇവിടം കൊണ്ട് അവസാനിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു. ആകപ്പാടെ എനിക്ക് പരിചയമുള്ള ഒരു അന്നമ്മ എന്ന് പറഞ്ഞൊരു സഹോദരി, റാന്നിക്കാരത്തിയ. അവരുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഹിന്ദിക്കാരത്തി പെൺകുട്ടിയുടെ കയ്യിൽ കിച്ചടി എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു വിടും. അല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഞാൻ മരണവുമായി മല്ലിട്ട് 27ാമത്തെ രാത്രി കിടന്നുറങ്ങുവാൻ നോക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എൻ്റെ പാദം മുതൽ ഒരാളിൻ്റെ കൈ വന്നെന്നെ ടച്ച് ചെയ്തു. അത് എൻ്റെ നെറ്റി വരെ ആ കൈ വന്നു. ആളിനെ ഞാൻ കണ്ടില്ല, കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുൻപിൽ ഒരു പ്ലാക്കാർഡ് കാണിച്ചു. അത് മുഴുവനും ഞാൻ വായിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രമായി എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഈ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എല്ലാം എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് കർത്തദാസനെ പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ വലിയ ഉന്മേഷവാനായി. 27 ദിവസം ടൈഫോയിഡ് രോഗിയായി മരിക്കാനായി കിടക്കുന്ന ഒരു മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ ശക്തനായി എഴുന്നേറ്റു. 9 മണിയായപ്പോൾ 2 ഡോക്ടർമാരെന്നെ കാണാൻ വന്നു. എന്നോട് ചോദിച്ചു, നീ ഓൾറെഡി ചേഞ്ച് ആയി പോയല്ലോ, നിനക്കെന്തോ സംഭവിച്ചു? അവർക്കറിയാം ഞാനിങ്ങനെ ഈ തിയോളജിയുടെ പ്രാക്ടിക്കലായിട്ട് ഉള്ള സമയമാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അവരോട് ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി യേശു വന്നു എന്നെ തൊട്ടു, യേശുവിൻ്റെ കരം ഞാൻ കണ്ടു, എനിക്ക് സൗഖ്യം കിട്ടി ഡോക്ടറെ എന്ന് പറഞ്ഞു. അവരെ തലയാട്ടി, നിനക്ക് നിശ്ചയമായി സൗഖ്യം വന്നിരിക്കുന്നു, നിനക്കിപ്പോൾ രോഗമില്ലെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് 4 മണിക്ക് എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി. എന്തിനു മിറക്കിളാതെ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ലീഡറെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു. അന്നേരം എനിക്ക് എങ്ങനെയെങ്കിലും ഡൽഹിക്ക് പോകണം, എന്താ വഴി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് ജയ്പൂരിൽ മെയിലെ ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചോടനെ അദ്ദേഹം വൈകിട്ടത്തെ 8 മണിക്ക് ജയ്പൂരിൽ നിന്നുള്ള മെയിലെ ഡ്യൂട്ടിക്ക് കയറും. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ എന്നെ ഓൾഡ് ഡൽഹി വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുത്തി കൊണ്ടുപോയി. ഞാൻ ആ മനുഷ്യനുമായി വർത്താനം പറഞ്ഞ് ഓൾഡ് ഡൽഹി ചെന്നു. എനിക്ക് എൻ്റെ മുഖത്തൊക്കെ രോമമൊക്കെ ഉണ്ട്. 10-27 ദിവസമായി ഞാനിങ്ങനെ, അതായത് വല്ലാതെ രോഗിയായി കഷ്ടപ്പെട്ട് എൻ്റെ മുഖമൊക്കെ ഒരു രോഗിയായി കിടന്ന ഒരാളെന്നുള്ള നിലയിൽ, തലമുടിയാണെങ്കിലും വെട്ടിയിട്ടില്ല, വേണം. അങ്ങനെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ട് ഈ പറഞ്ഞ വർഗീച്ചാൻ്റെ വീട്ടിൽ ഞാനൊരു ഓട്ടോയെ കയറി ചെല്ലുമ്പോൾ ആ വർഗീച്ച എന്ന് പറഞ്ഞ ആൾ ഇറങ്ങി വന്ന് എന്നെ കണ്ടു. ബാബുവിന് എന്തു പറ്റി? ബാബുവിന് ടൈഫോയിഡ് ആയിരുന്നു എന്ന് അറിഞ്ഞായിരുന്നു, എങ്ങാനും ഇത്രയും പെട്ടെന്ന് എങ്ങനെ വന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു. അതേ, അന്ന് എൻ്റെ ജീവിതത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ, അവിടെ വെച്ച് ദൈവം എന്നെ അങ്ങ് എടുത്തിരുന്നെങ്കിൽ, ഇത്രയും വർഷം ഞാൻ നേടിയ ആത്മാക്കളുടെ സംഖ്യ, ഞാൻ സ്നാനപ്പെടുത്തിയ ആളുകളുടെ സംഖ്യ, വിവാഹ ശുശ്രൂഷ നടത്തിയവരുടെ സംഖ്യ, ഞാൻ സ്നാനപ്പെടുത്തിയവരുടെ നമ്പരൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ചിലരുണ്ടല്ലോ പറയും, അത് അവർക്ക് ദൈവം കൃപ കൊടുത്തെങ്കിൽ അത് ചെയ്തോട്ടെ. പക്ഷെ ഞാനതൊന്നും ചെയ്യത്തില്ല. കർത്താവേ, എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ സന്തോഷത്തോട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുക പതിവ്. എല്ലാ ദിവസവും ഇന്നും പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ കരങ്ങളാൽ ആശീർവദിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ, പ്രതിഷ്ഠിച്ച കുഞ്ഞുങ്ങളുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. സ്നാനപ്പെടുത്തിയവരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ ശുശ്രൂഷയാൽ അഭിഷേകം പ്രാപിച്ചവരുണ്ട്, രക്ഷിക്കപ്പെട്ടവരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. വിവാഹം നടത്തിയവരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും
അവിടെയൊക്കെ ദൈവകൃപയാൽ ശിഷ്യഗണങ്ങളുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു നിലയിൽ ശുശ്രൂഷിച്ച് അങ്ങനെ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഞാൻ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഓടി വന്നെന്നെ പരിചയപ്പെട്ട് പറയും, പാസ്റ്ററുടെ ടി വിയിലെ പ്രോഗ്രാം നിത്യം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പാസ്റ്ററെ, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം. അന്ന് ഞാൻ രാജസ്ഥാനിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ അങ്ങ് നോർത്ത് ഇന്ത്യക്കാരനായേനി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അങ്ങ് ഓടിപ്പോയേനി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നെക്കുറിച്ചുണ്ടായിരുന്നത് കൊണ്ടും ഇങ്ങനൊരു സാക്ഷ്യം എനിക്ക് ഉള്ളത് കൊണ്ടും കേരളത്തിൽ തന്നെ കൊണ്ടുവന്നു ദൈവം. വീണ്ടും ഞാൻ വചനം പഠിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അപ്പം നോക്കണേ, രാജസ്ഥാനിൽ വെച്ച് മരിച്ചു പോകാവുന്ന രംഗം ഉണ്ടായെങ്കിലും കർത്താവ് എന്നെ അവിടുന്ന് രക്ഷിച്ചു. ഇനിയും പാസ്റ്റേ, എൻ്റെ ഓർമ്മ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. അതെൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നടന്ന കാര്യമാണ്. അത് വളരെ പാസ്റ്റർ ചിലപ്പം രസകരമായി അത് ചിരിക്കുമായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഈ പമ്പയാറിൻ്റെ തീരത്തായതുകൊണ്ട് ഈ തോട്ടായിടാൻ ആളുകൾ വരും മീൻ പിടിക്കാൻ. അങ്ങനെ തോട്ടായിടുമ്പം ഈ വെള്ളത്തിൽ മുങ്ങി നല്ല പരിചയമുണ്ട് ഞങ്ങൾക്ക്. തോട്ട ഇടുമ്പോൾ മീൻ പൊങ്ങി വേളി വരും. അതുകൂടാതെ വലിയ മീനൊക്കെ ആ ഭൂമിയോട് ചേർന്ന് അടിയിൽ കിടക്കും. അങ്ങനെ ഞാൻ മുങ്ങി മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2-3 വലിയ വാള ഒരു കല്ലിനിടയിൽ തല പോയി ഇടിച്ചിങ്ങനെ ഉറച്ചു കിടക്കുക. ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ മീനെ എടുക്കണമെന്നുള്ള താല്പര്യം വന്നു. ഒരു 8 ആൾ താഴ്ച കാണും. ഏതായാലും മുങ്ങി ചെന്നു ഒരു മീനിന്റെ തലയ്ക്ക് പിടിച്ചപ്പോൾ ആ മുകളിൽ ഉണ്ടായിരുന്ന കല്ല് എൻ്റെ കയ്യിലോട്ട് വീണ് ഞാൻ അവിടെ അങ്ങ് ഉറച്ചുപോയി. വെള്ളത്തിലെ അനുഭവമാണ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. എങ്ങനെ രക്ഷപ്പെടും? അന്നേരം മീനെയും വിടത്തില്ല, ഈ കൈയും പൊങ്ങി വരത്തില്ല, ഒരു വല്ലാത്ത സ്ഥിതി. പക്ഷെ ഞാൻ പറയട്ടെ, എങ്ങനെ രക്ഷപ്പെട്ടത് എനിക്കിന്നും അറിയത്തില്ല. ഈ ദൂതന്മാരെ ദൈവം അയക്കുമെന്ന് പറഞ്ഞതുപോലെ വെള്ളത്തിനടിയിൽ ഒരു ദൂതന് വന്നിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ വന്നിട്ട് എനിക്ക് ഭാരമുണ്ടായിരുന്ന ആ കല്ലിനെ ദൂതൻ തള്ളി മാറ്റി. ഞാൻ ആ മീനെയും കൊണ്ട് നേരെ മേടി വന്നു. അവിടെ വെച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ചെറിയ പ്രായത്തിൽ വെച്ച് തന്നെ എന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വിളിക്ക് വിപരീതമായി പിശാച് പ്രവർത്തിച്ച രംഗങ്ങളാണ്. എന്നാൽ ദൈവം എന്നെ അവിടുന്ന് രക്ഷിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. പക്ഷേ എത്രയോ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നവനാണെന്നറിയാമോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ ഇപ്പോഴേ വിധി എഴുതണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്ത് നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കോളും. ഒരു ട്രാക്റ്റ് കൊടുത്താൽ ആ ട്രാക്റ്റിൻ്റെ അന്ത്യം ആ ആളിൻ്റെ രക്ഷയാണെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ പെട്ടെന്ന് കണ്ടില്ലെങ്കിലും നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, അതേറി നാൾ കഴിഞ്ഞ ശേഷം അത് മടങ്ങി വരും, ചില ഫലങ്ങളുമായി മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ വേലയിൽ ശക്തി പ്രാപിക്കാം. ഞങ്ങൾ കോഴിക്കോട് ടൗണിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സിറ്റി പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഉണ്ട്. ആ ഫെലോഷിപ്പ് ദൈവകൃപയിൽ ആശ്രയിച്ച് 91 ഞാൻ ആരംഭിച്ചതാണ്. അങ്ങനെ 90 ആരംഭിച്ചു. അത് ഇന്ന് വരെ ഞങ്ങൾ 3 പാസ്റ്റർമാർ ഒരുമിച്ചിരുന്ന് ആരംഭിച്ചതാണ്. എന്നാൽ ഇന്ന് ദൈവകൃപയാൽ 28 പാസ്റ്റർമാരും സഭകളും അതിൻ്റെ പുറയിലുണ്ട്. എല്ലാ മാസവും നന്നായി നടക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഫിന്നി യോഹന്നാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറച്ചും കൂടെ എനിക്കിപ്പോൾ സന്തോഷം തോന്നി. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകനാണല്ലോ പാസ്റ്റർ ഫിന്നി. അതോർക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം. നേരത്തെ നമ്മൾ പേഴ്സണലായ ഒരു കാര്യവും സംസാരിക്കാത്തത് കൊണ്ട് അതറിയാതെ പോയി. എന്നിരുന്നാലും ദൈവത്തിന് മഹത്വം. ഒടുവിലാണെങ്കിലും അത് ഗ്രഹിപ്പാൻ ഇടയായല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഒരു പക്ഷെങ്കിലും സമയം പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എനിക്കിങ്ങനെയുള്ളതായ ഒരു നല്ല ക്രമീകരണം ആസാദ് ഈ ചാനലിൽ കൂടെ ദൈവദാസൻ ഒരുക്കി തന്നതിൽ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ പല സാക്ഷ്യങ്ങൾ ഇതുപോലെ പലരുടെ കേട്ടിട്ടുണ്ട്. സഹോദരിമാരുടെ സാക്ഷ്യവും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ അനുഭവങ്ങളിൽ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുള്ളതായ സാക്ഷ്യവും കേൾക്കുവാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം, സ്തോത്രം. തലമുറകളെ മാനിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും മാനിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ അവരുകളെ കർത്താവ് വരും ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ ധൈര്യം നൽകി ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാവിധമായ അനുഗ്രഹാശംസകളും നേരുന്നു. സ്വർഗത്തിലെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റങ്ങളെ. ഒത്തിരി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഹൃദയം നിറഞ്ഞു. നിഴൽ, പൊരുൾ, ഈ വിഷയങ്ങൾ കോട്ടയത്തെ ശാലേമിൽ നിന്ന് എൻ്റെ പപ്പ പഠിച്ചതുകൊണ്ട്, പപ്പയാണ് എന്നെ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ആദ്യകാല പ്രസംഗങ്ങളൊക്കെ എൻ്റെ പപ്പായ്ക്ക് പ്രസംഗിക്കാൻ പറ്റാതെ പോയ പ്രസംഗങ്ങളായിരുന്നു. പപ്പ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ആഴ്ചകളിൽ ഞങ്ങളുടെ ചർച്ചിലെ പ്രെയർ സെല്ലുകളിൽ നിഴൽ പൊരുളുകൾ ടൈപ്പോളജിക്കൽ സ്റ്റഡി ചെയ്യാൻ നോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റങ്ങളത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പാസ്റ്റങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാനിതൊരു അനുഗ്രഹമായിട്ട് റിസീവ് ചെയ്യുകയാണ്. പാസ്റ്റങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റങ്ങൾ തന്നെ ആശീർവാദം പറഞ്ഞാട്ട്. ശരി. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ ദാസനായ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളെ വിശ്വസ്തരം നെണ്ടിയാണ് ശുശ്രൂഷയ്ക്കാക്കിയത്. ഞങ്ങളിൽ ഒരുപാട് ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പൂർണ്ണരല്ല. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഞങ്ങൾ ജാഗ്രതയുള്ളവരായി, ഉത്സാഹമുള്ളവരായി പ്രവർത്തിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രയോജനപ്രദമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഒരിക്കൽ കൂടെ ഞങ്ങളെ ആ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ചില സമയങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഈ എളിയവരെ നടത്തിയ വഴികളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേട്ടു. ഈ സാക്ഷ്യം കേൾക്കുവാനുള്ള മുഖാന്തരം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ അവറുകളുടെ ശുശ്രൂഷയാണ്. തന്നിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ നാളുകളായി അനേകർക്ക് പ്രയോജനപ്രദമായി തീരുവാൻ ഇടയായിട്ടുണ്ട്. ആ നിലയിൽ ഈ എളിയവൻ്റെയും സാക്ഷ്യത്തിനും ശുശ്രൂഷയിൽ ദൈവം നടത്തിയ വഴികൾക്കും മറ്റുള്ളവർ കേട്ട് സ്തോത്രം ചെയ്യുവാൻ, ബലം പ്രാപിപ്പാൻ അവസരം കൊടുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. എളിയവൻ ദൈവത്തിൻ്റെ വചനം പഠിച്ച അതേ കാലയളവിൽ, അതേ സ്ഥാപനത്തിൽ ദൈവവചനം പഠിച്ച എൻ്റെ കൂട്ടു സഹോദരൻ്റെ പ്രിയ മകനാണെന്നുള്ള വാർത്ത കേട്ട് പാസ്റ്റർ ഫിന്നിയുമായുള്ള ആ സ്നേഹബന്ധം ഒന്ന് ശക്തി പ്രാപിപ്പാൻ തക്കണ്ണം ഇടയാക്കിയതിനാൽ നന്ദി. കർത്താവേ, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തലമുറ തിരുവചനത്തിന് സാക്ഷിയാകുവാൻ തൻ്റെ കുടുംബത്തെ ഇതുവരെ ഒരുക്കിയിരിക്കാൻ സ്തോത്രം. പ്രിയ കർത്തൃദാസന്റെ സഹധർമ്മിണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പശ്ചാത്തലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ അവർ ധൈര്യം പ്രാപിപ്പാൻ ഇടയാക്കണമേ. ഈ സാക്ഷ്യം കേൾക്കപ്പെട്ട ജീവിതങ്ങൾക്ക് വിശ്വാസത്തിൽ ശക്തിയെ പ്രാപിപ്പാൻ ഇടയാക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഈ ജനത്തെ എളിയവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷിയ ഈ ആസാദ് ചാനലിന്റെ പ്രവർത്തനങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ഇത്രയും സമയങ്ങൾ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേർതിരിച്ച് തന്നതിൽ ഞങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണം.
താങ്ക് യു. പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.